ഹലോ ആൾ, വെൽക്കം ടു വൺസ്. സോ നമ്മൾ അനലോഗ് സർക്യൂട്ട്സ് എന്ന് ഈ വരുന്ന യൂണിവേഴ്സിറ്റി എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലോഗ് സർക്യൂട്ട്സിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഈ വരുന്ന എക്സാമിന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും, തിയറി ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും, പ്രോബ്ലംസ് എങ്ങനെ വരും, അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ഷീറ്റിൽ എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസ് ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ മൊഡ്യൂൾ 1 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മൊഡ്യൂൾ 1 ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന്റെ സിലബസ് നമുക്ക് നോക്കാം. സോ പുതിയ സ്കീം KTU 2024 സ്കീം അനുസരിച്ച് പുതിയ സിലബസിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഇതിൽ 2 ടോപ്പിക്സ് ആണ് ഉള്ളത്. ഒന്ന് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് BJT അല്ലെങ്കിൽ മോസ്ഫെറ്റിന്റെ ബയാസിംഗ് സർക്യൂട്ട്സും ആണ്. അപ്പൊ ഈ 2 സെക്ഷൻസ് ആണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടോപ്പിക്സ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ തിയറി ക്ലാസ്സുകളും ഇതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കോഴ്സ് ആയിട്ട് വൺസ് ആപ്പിൽ അവൈലബിൾ ആണ്. സോ നമ്മുടെ ടോപ്പിക്സ് ഒന്നും കൂടെ നോക്കാം. വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, അതിൽ ലീനിയർ നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ RC ഡിഫറൻഷിയേറ്റർ, RC ഇന്റഗ്രേറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോ പാസ് ഫിൽട്ടർ, ഹൈ പാസ് ഫിൽട്ടർ, ഇതിന്റെ അനാലിസിസ് സിലബസിൽ വരുന്നുണ്ട്. പിന്നെ റൈസ് ടൈം, ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞ കുറച്ച് ടേംസ് വരുന്നുണ്ട്. ദെൻ ഇതെല്ലാം ലീനിയറിലാണ് വരുന്നത്. ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിലാണ് ഡിഫറൻഷിയേറ്ററും ഇന്റഗ്രേറ്ററും ലോ പാസ് ഫിൽട്ടറും ഹൈ പാസ് ഫിൽട്ടറും വരുന്നത്. ദെൻ ഡയോഡ് യൂസ് ചെയ്തിട്ടുള്ള ക്ലിപ്പറും ക്ലാമ്പറും വരുന്നുണ്ട്. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്. അത് നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിലാണ് വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ സിലബസിൽ വരുന്നത്. ദെൻ BJT മോസ്ഫെറ്റ് ബയാസിംഗ് സർക്യൂട്ട്സ്. സോ വാട്ട് ഇസ് എ നീഡ് ഫോർ ബയാസിംഗ്, നമ്മൾ എന്തിനാണ് ബയാസിംഗ് ചെയ്യുന്നത് എന്നുള്ള നീഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. വാട്ട് ഈസ് DC ലോഡ് ലൈൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്യൂ പോയിന്റ് എന്താന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാനുണ്ട്. BJTയിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ബയാസിംഗ് ഏതൊക്കെയാണ്, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ അവർ പ്രത്യേകം സിലബസിൽ പറയുന്നുണ്ട്. സോ വാട്ട് ഈസ് എ ഡിഫറെന്റ് ബയാസിംഗ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ BJT. പ്രത്യേകം അവർ പറയുന്നത് ഫിക്സഡ് ബയാസും വോൾട്ടേജ് ഡിവൈഡർ ബയാസും ആണ്. ഫിക്സഡ് ബയാസും വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. അപ്പൊ നമ്മൾ സ്പെഷ്യലി ഫോക്കസ് ചെയ്ത് അതിന്റെ സർക്യൂട്ട് ഡയഗ്രം അനാലിസിസും കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ ഡിസൈൻ ആൻഡ് അനാലിസിസ് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് അത് ഡിസൈൻ ചെയ്യാൻ അനലൈസ് ചെയ്യാനുള്ള കേസ് വരുന്നുണ്ട്. ദെൻ മോസ്ഫെറ്റിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ബയാസിങ്, അവിടെയും നമ്മൾ ഈ ഫിക്സഡ് ബയാസ്, സെൽഫ് ബയാസ്, വോൾട്ടേജ് ഡിവൈഡർ ബയാസ്, അതിന്റെയൊക്കെ സർക്യൂട്ട് ഡയഗ്രം, അതിന്ന് നമ്മൾ എങ്ങനെയാണ് ക്യൂ പോയിന്റിൽ എത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയാണ് മൊഡ്യൂൾ 1ന്റെ സിലബസ്. ഓക്കെ, സോ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, മോസ്ഫെറ്റ് ബയാസിംഗ്. സോ വളരെ സിമ്പിൾ മൊഡ്യൂൾ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എക്സാം വരിക. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ടാവും, essay ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ 3 മാർക്കിന്റെ 2 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ തന്നെ 9 മാർക്കിന്റെ essay ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിനും ഒരു ഓർ ഉണ്ടാവും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഇനി essay ക്വസ്റ്റ്യനിൽ തന്നെ അവർ മേ ബി ഒരു സ്പ്ലിറ്റ് അപ്പ് ആയിട്ടും ചോദിക്കാം. അപ്പൊ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാം എന്നുള്ള നമുക്ക് നോക്കാം. അതിന്റെ പോസിബിലിറ്റീസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. ലീനിയർ നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കൊരു ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, ഗീവ് 2 എക്സാമ്പിൾ. അതിന് 2 എക്സാമ്പിൾ തരാനും പറയുന്നുണ്ട്. വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്താണ്, അതിന് 2 എക്സാമ്പിൾ. അപ്പൊ നിങ്ങൾ ആദ്യം വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്താന്നുള്ളതിന്റെ ഡെഫിനേഷൻ എഴുതാം. സോ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട റിക്വേർഡ് ഔട്ട്പുട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സ് ആണ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. സോ ഡിസൈൻ ടു മോഡിഫൈ ദ ഷേപ്പ് ഓഫ് ആൻ ഇൻപുട്ട് വേവ് ഫോം ടു എ ഡിസൈർഡ് ഔട്ട്പുട്ട് വേവ് ഫോം. നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് നമുക്കൊരു വേവ് ഫോം ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സ് ആണ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. അപ്പൊ നമുക്കൊരു സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ്, അതിന്റെ ഫ്രീക്വൻസി, ഫേസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമുക്കൊരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള പുതിയ വേവ് ഫോം വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അതിൽ റെസിസ്റ്റർ യൂസ് ചെയ്യാം, ഇൻഡക്ടർ യൂസ് ചെയ്യാം, കപ്പാസിറ്റർ യൂസ് ചെയ്യാം, ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഡയോഡ്
പോലത്തെ കമ്പോണൻസ് ആണ്. റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ് പോലത്തെ കമ്പോണൻസ് ആണ് നമ്മുടെ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിൽ വരുന്ന എലമെന്റ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ അതിൽ മെയിൻ ആയിട്ടും എഴുതേണ്ടത്. ദെൻ അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നത് ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ഉണ്ട്, നോൺ ലീനിയറും ഉണ്ട്. അപ്പൊ അതിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RC സർക്യൂട്ട് വരാം, RL സർക്യൂട്ട് വരാം, RLC. ഇപ്പൊ നമ്മുടെ ലോ പാസ് ഫിൽട്ടർ, ഹൈ പാസ് ഫിൽട്ടർ, ഡിഫറൻഷിയേറ്റർ, ഇന്റഗ്രേറ്റർ, ഇതെല്ലാം ലീനിയർ ആണ്. ബിക്കോസ് ആറും സിയും അല്ലെങ്കിൽ RLC ഈ കമ്പോണൻസ് ആണ് അതിൽ വരുന്നത്. നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിന് എക്സാമ്പിൾ ആണ് ക്ലിപ്പറും അതുപോലെ തന്നെ ക്ലാമ്പറും. അപ്പൊ അതിൽ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ എലമെന്റ് ഏതാ? ഡയോഡ് ആണ്. ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു നോൺ ലീനിയർ എലമെന്റ് ആണ്. സോ ആ നോൺ ലീനിയർ എലമെന്റ് ആണ് നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ വരുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ക്ലിപ്പർ, ക്ലാമ്പർ. അപ്പൊ നിങ്ങൾ അതിനുള്ള എക്സാമ്പിൾസ് ഉള്ള രീതിയിൽ നിങ്ങൾക്ക് ക്ലിപ്പർ, ക്ലാമ്പർ ഇതിന്റെ പേര് കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ആൻസർ ആയിട്ടാണ് ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ RC ഹൈ പാസ് ഫിൽട്ടർ. അപ്പൊ ജസ്റ്റ് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ തന്നെയാണ്. RC ഹൈ പാസ് ഫിൽട്ടറിന്റെ വർക്കിംഗ് ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഇതുപോലെ വരച്ചു വെക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ RC ഹൈ പാസ് ഫിൽട്ടർ. അപ്പൊ ഇതിന്റെ വർക്കിംഗ് പറയാം. ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി, കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്താണ്? 1/C ഒമേഗയാണ്. അപ്പൊ എന്താണ് ഈ സർക്യൂട്ടിന് ലോ ഫ്രീക്വൻസിയിൽ സംഭവിക്കുന്നത്, എന്താണ് ഈ സർക്യൂട്ടിന് ഹൈ ഫ്രീക്വൻസിയിൽ സംഭവിക്കുന്നത്, ലോ ഫ്രീക്വൻസിയിൽ എന്താണ് ഔട്ട്പുട്ട്, ഹൈ ഫ്രീക്വൻസിയിൽ എന്താണ് ഔട്ട്പുട്ട്, അങ്ങനെ നമുക്ക് ഇതൊരു ഹൈ പാസ് ഫിൽട്ടർ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ കപ്പാസിറ്റീവ് റിയാക്ടൻസ് 1/C ഒമേഗയാണ്. C ഒമേഗ, ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 2πf ആണ്. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πf ആണ്. അപ്പൊ ലോ ഫ്രീക്വൻസിയിൽ എന്താ സംഭവിക്കുക? ലോ ഫ്രീക്വൻസിയിലാവുമ്പോൾ F എന്താണ്? 0 ആണ്. സോ കപ്പാസിറ്റർ എന്തായിരിക്കും? ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. സോ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൂപ്പിൽ കറന്റ് ഫ്ലോ ഇല്ല. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും ലോ ഫ്രീക്വൻസിയിൽ. സോ ലോ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട്, അതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഹൈ ഫ്രീക്വൻസിയിൽ F is equal to വെരി ഹൈ വാല്യൂ, ഇൻഫിനിറ്റി കൊടുത്താൽ XC എന്താവും? 0 ആയിരിക്കും. അപ്പൊ കപ്പാസിറ്റർ എന്താവും? ഷോർട്ട് സർക്യൂട്ട് ആവും. സോ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഇൻപുട്ടും എവിടെ വരും? ഔട്ട്പുട്ടിൽ വരും. സോ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് ഇല്ല, ഹൈ ഫ്രീക്വൻസിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ഫിൽട്ടർ ആണ്? ഹൈ പാസ് ഫിൽട്ടർ. അങ്ങനെയാണ് ഇത് ഹൈ പാസ് ഫിൽട്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും വർക്കിംഗ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായ രീതിയിൽ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കുക, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. ലോ ഫ്രീക്വൻസിയിലും ഹൈ ഫ്രീക്വൻസിയിലും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഈ കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ ടേം വെച്ചിട്ട്, ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട്, ഓപ്പൺ സർക്യൂട്ട് ആണോ ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് വെച്ചിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താന്നുള്ളത് എഴുതുക. അതിന്ന് കൺക്ലൂഡ് ചെയ്യുക അതൊരു ഹൈ പാസ് ഫിൽട്ടർ ആണെന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ചിലപ്പോൾ നിങ്ങളോട് കട്ട് ഓഫ് ഫ്രീക്വൻസി ചോദിക്കാം. വാട്ട് ഈസ് എ കട്ട് ഓഫ് ഫ്രീക്വൻസി? അപ്പൊ ഹൈ പാസ് ഫിൽട്ടറിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി നമ്മൾ ആൾറെഡി ഇക്വേഷൻ പഠിച്ചതാണ്. എന്താണ്? 1/2πRC ആണ് കട്ട് ഓഫ് ഫ്രീക്വൻസി. കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താണ്? 1/2πRC. അപ്പൊ നമ്മുടെ അടുത്തൊരു ഹൈ പാസ് ഫിൽട്ടർ ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2πRC. അപ്പൊ ഇതാണ് R, ഇതാണ് C. അപ്പൊ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആറിന്റെയും സിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. സോ ആറിന്റെ വാല്യൂ 10K ആണ്. അതുപോലെ തന്നെ സിയുടെ വാല്യൂ എന്താണ്? 0.1 മൈക്രോഫാരഡ് ആണ്. R 10K, C 0.1 മൈക്രോഫാരഡ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഒന്നും ചെയ്യാനില്ല. ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. ഇക്വേഷനിൽ നിങ്ങൾക്ക് തന്ന ഡാറ്റ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. F is equal to 1/2πRC ആണ് കട്ട് ഓഫ് ഫ്രീക്വൻസി. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. R തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആറും സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡയറക്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി 159.15 ഹെർട്സ് എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പൊ സർക്യൂട്ട് ഡയഗ്രാം ഇക്വേഷനും എഴുതുക, തന്ന ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അപ്പൊ ഇതും ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് നിങ്ങളോട് ചോദിക്കാം. ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ RC ഹൈ പാസ് ഫിൽട്ടർ. അപ്പൊ ഫസ്റ്റ് ഓർഡർ RC ഹൈ പാസ് ഫിൽട്ടറിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഓർഡർ RC ഹൈ പാസ് ഫിൽട്ടറിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താന്നുള്ളതും ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് S ഡൊമൈനിൽ കിട്ടണം.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു നെറ്റ്വർക്ക് എന്ത് ചെയ്യുക, എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ കപ്പാസിറ്റർ എന്താവും, കപ്പാസിറ്റീവ് റിയാക്ടൻസ് 1/CS, R തന്നെയാണ്. ഇൻപുട്ട് VI(S) ആവും, ഔട്ട്പുട്ട് എന്താവും, V0(S). അപ്പൊ V0(S)/VI(S), അതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പൊ നിങ്ങൾ ഈ ലൂപ്പിൽ എന്ത് ചെയ്യുക, KVL അപ്ലൈ ചെയ്യുക. ഈ ലൂപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്, I(S) ആണ്. I(S) ആണ് കറണ്ട്. അപ്പൊ KVL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ KVL അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് ഏതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്, റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. അപ്പൊ അതെന്താണ്, I(S) × R. അപ്പൊ നിങ്ങൾക്ക് ഇൻപുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ കിട്ടി, ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ കിട്ടി. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക, ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. സോ ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് SRC / 1 + SRC ആണ്. SRC / 1 + SRC. സോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കൂടുതൽ സ്റ്റെപ്സ് പറയുന്നില്ല, നമ്മളെ വീഡിയോസിൽ അതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫുൾ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സെക്ഷൻ എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് എക്സ്പ്രഷൻ ഓഫ് എ RC ഹൈ പാസ് ഫിൽട്ടർ when a step input is applied. അതായത് ഒരു RC ഹൈ പാസ് ഫിൽട്ടറിലേക്ക് നിങ്ങളൊരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ്. അപ്പൊ ഇതൊരു essay ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെയും ചോദിക്കാം, sketch the input and output waveform of a first order RC high pass filter for a step input and explain their behavior. ഇപ്പൊ ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമിന്റെ ഗ്രാഫ് വരയ്ക്കുക, ആ ഗ്രാഫിന്റെ ഷേപ്പ് കാര്യങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പൊ ഇതൊരു essay ക്വസ്റ്റ്യൻ ആണ്. സ്റ്റെപ്പ് ഇൻപുട്ട് ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും എന്ത് വരയ്ക്കണം, സ്റ്റെപ്പ് ഇൻപുട്ട് വേവ് ഫോം വരയ്ക്കണം. നമുക്ക് RC ഹൈ പാസ് ഫിൽട്ടർ ആണ്. അപ്പൊ നിങ്ങൾ RC ഹൈ പാസ് ഫിൽട്ടറിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. RC ഹൈ പാസ് ഫിൽട്ടറിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. സ്റ്റെപ്പ് ഇൻപുട്ട്, അപ്പൊ എന്താണ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഇൻപുട്ട് വേവ് ഫോം വരയ്ക്കുക. സോ ഇതാണ് സ്റ്റെപ്പ് ഇൻപുട്ട്. സോ 0 വരെ എന്താണ്, വോൾട്ടേജ് ഒന്നുമില്ല. ഇനി 0-നേക്കാൾ ഗ്രേറ്റർ ആയിട്ട് ടൈം വരുമ്പോൾ എന്താണ്, പിന്നെ വോൾട്ടേജ് പെട്ടെന്ന് വിയിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. സോ V of t is 0 for t less than 0 and V of t is V for t greater than or equal to 0. അപ്പൊ ഇതാണ് സ്റ്റെപ്പ് ഇൻപുട്ട്. അപ്പൊ ആ സ്റ്റെപ്പ് ഇൻപുട്ട് നമ്മൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് ഇവിടെ കൊടുത്തു. സോ V ആണ് സ്റ്റെപ്പ് ഇൻപുട്ട്. ഫോർ t greater than or equal to 0 V ആണ്. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് ഇൻപുട്ട്. ഓക്കെ, സോ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. സോ അറ്റ് t = 0 ഇൻപുട്ട് സ്വിച്ചസ് ഫ്രം 0 to Vയിലേക്ക് t = 0 സ്വിച്ച് ചെയ്യുന്നു. സോ കപ്പാസിറ്റർ ആക്ട് ആസ് എന്താണ്, ഷോർട്ട് സർക്യൂട്ട് ഫോർ ദിസ് ഇൻസ്റ്റന്റേനിയസ് അറ്റ് t = 0. സോ ആ ഒരു ഇൻസ്റ്റന്റിൽ കപ്പാസിറ്റർ എന്താവും, ഷോർട്ട് ആവും. സോ ഔട്ട്പുട്ട് എന്താവും, ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി എന്തായിരിക്കും, ഈ കൊടുത്തിട്ടുള്ള വോൾട്ടേജ് തന്നെ ആയിരിക്കും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും, V ആയിരിക്കും. പിന്നെ എന്താവും, കപ്പാസിറ്റർ എന്ത് ചെയ്യും, കപ്പാസിറ്റർ ആസ് ടൈം പ്രോഗ്രസ് കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ കപ്പാസിറ്റർ വോൾട്ടേജ് കൂടും എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും, കുറയും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസസ്. അപ്പൊ ഈ ഒരു ലൂപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇൻപുട്ട് ഉണ്ട്, കപ്പാസിറ്റർ വോൾട്ടേജ് ഉണ്ട്, ഇവിടെയാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി, കപ്പാസിറ്റർ വോൾട്ടേജ് കുറച്ചാൽ മതി. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ നിന്ന് കപ്പാസിറ്റർ വോൾട്ടേജ് കുറയ്ക്കാം. ഔട്ട്പുട്ട് is equal to ഇൻപുട്ട് മൈനസ് കപ്പാസിറ്റർ വോൾട്ടേജ്. അപ്പൊ ഇൻപുട്ട് എന്താ, സ്റ്റെപ്പ് ഇൻപുട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻപുട്ട്. കപ്പാസിറ്റർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിന്റെ ചാർജിങ് പ്രോപ്പർട്ടി നമുക്കറിയാം. കപ്പാസിറ്റർ വേവ് ഫോം എന്താണ്, ചാർജിങ് വേവ് ഫോമിന്റെ ഷേപ്പ് അറിയാം, ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇത് തമ്മിൽ മൈനസ് ചെയ്യാം. ഇത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വേവ് ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത്. ഓക്കെ, എക്സ്പ്രഷന് നമ്മളെടുത്തുണ്ട് എന്താ വരിക, V × (e⁻t/RC). V × (e⁻) ഒരു നെഗറ്റീവ് എക്സ്പോണൻഷ്യൽ വേവ് ഫോം ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇതെങ്ങനെയാണ് ഇക്വേഷൻ കിട്ടിയെന്നുള്ള ഡീറ്റെയിൽഡ് ഡെറിവേഷൻ ആൾറെഡി നമ്മൾ തിയറി പഠിപ്പിച്ചപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു സെക്ഷൻ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ കിട്ടും. അപ്പൊ ഇത്രയും സ്റ്റെപ്സ് എഴുതിയിട്ട് ലാസ്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഈ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തുകയാണ് വേണ്ടത്. ഈ ഒരു ഡെറിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഔട്ട്പുട്ട് ഓഫ് ആൻ RC ഡിഫറൻഷിയേറ്റർ. അപ്പൊ RC ഡിഫറൻഷിയേറ്ററിന്റെ കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ എന്ത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ RC ഡിഫറൻഷിയേറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക.
സോ ആർ സി ഡിഫറൻഷിയേറ്ററിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സി ഗ്രേറ്റർ ദാൻ 10 ടൈംസ് ആർ ആണ്. സോ കപ്പാസിറ്റി റിയാക്ടൻസ് ഈസ് ഗ്രേറ്റർ ദാൻ 10 ടൈംസ് ആർ ആണ്. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് അപ്രോക്സിമേറ്റ്ലി എവിടെ ഡ്രോപ്പ് ആവും? കപ്പാസിറ്റർ അക്രോസ് ഡ്രോപ്പ് ആവും. സോ കപ്പാസിറ്റർ വോൾട്ടേജ് വി സി ഇസ് അപ്രോക്സിമേറ്റ്ലി എന്താണ്? വി ഇൻ ആണ്. സോ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ്, സോ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് എന്താണ്? ഐ സി ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ഇൻ ബൈ ഡി ടി എന്ന് നമുക്ക് അറിയാം. ഓക്കെ, സോ ഐ സി ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി സി ബൈ വി ടി ആണ്. സോ ഡി ഐ സി ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി സി ബൈ വി ടി ആണ്. സോ ഡി വി സി ബൈ ഡി ടി ആണ്. അപ്പൊ ഇതിൽ വി ഇൻ എന്ന് പറയുന്നത് വി സി തന്നെയാണ്. സോ വി സിയുടെ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? വി ഇന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ വി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അക്രോസിലുള്ള ഡ്രോപ്പ് ആണ്. അപ്പൊ എന്താണ്? ഐ സി ഇൻറ്റു ആർ ആണ്. ഐ സി ഇൻറ്റു ആർ. അപ്പൊ ഐ സി നമ്മുടെ കയ്യിലുണ്ട്, അതിനെ ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും? ആർ സി ഇൻറ്റു ഡി വി ഇൻ ബൈ ഡി ടി. ഡി വി ഇൻ ബൈ ഡി ടി. ഓക്കെ, അപ്പൊ ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ. ഇത് ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 മാർക്കിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ കണ്ടീഷൻ അണ്ടർ വിച്ച് ആൻ ആർ സി സർക്യൂട്ട് ബിഹേവ്സ് ആസ് എ ഡിഫറൻഷിയേറ്റർ. ആർ സി സർക്യൂട്ട് എപ്പോഴാണ് ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ള കണ്ടീഷൻ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 കണ്ടീഷൻസ് മെയിൻ ആയിട്ട് നിങ്ങൾ എഴുതണം. അപ്പൊ നിങ്ങൾ ആർ സി സർക്യൂട്ട് വരയ്ക്കുക, ഡിഫറൻഷിയേറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രാം ഇതുപോലെ വരച്ചു വെക്കുക ആൻസർ ഷീറ്റിൽ. സോ ഈ ഒരു ആർ സി ഹൈ പാസ് ഫിൽട്ടർ ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എക്സി ഗ്രേറ്റർ ദാൻ 10 ടൈംസ് ആർ ഒരു കണ്ടീഷൻ. 2 എന്താണ്? ആർ സി ഇസ് ലെസ് ദാൻ 0.0016 t. ആർ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം കോൺസ്റ്റന്റ്. നമുക്കറിയാം ആ ടൈം കോൺസ്റ്റന്റ് ലെസ് ദാൻ 0.0016 t. അപ്പൊ എന്താണ് ടി? നമ്മൾ ഈ കൊടുക്കുന്ന ഇൻപുട്ട് വേവ് ഫോമിന്റെ ടൈം പീരീഡ് ആണ് ടി. ഓക്കെ, സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് വർക്ക് ചെയ്യും? ഹൈ പാസ് ഫിൽട്ടർ ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഇതും നിങ്ങൾക്ക് ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. Then അടുത്ത ക്വസ്റ്റ്യൻ, സ്കെച്ച് ദ ഔട്ട്പുട്ട് വേവ് ഫോം ഓഫ് ആൻ ആർ സി ഡിഫറൻഷിയേറ്റർ ഫോർ എ സ്ക്വയർ വേവ് ഇൻപുട്ട്. അപ്പൊ നിങ്ങളൊരു സ്ക്വയർ വേവ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ആർ സി ഡിഫറൻഷിയേറ്ററിലേക്ക് ഒരു സ്ക്വയർ വേവ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് വേവ് ഫോം സ്കെച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആർ സി ഡിഫറൻഷിയേറ്ററിന്റെ കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, ആർ സി ഇൻറ്റു ഡി വി ഇൻ ബൈ ഡി ടി ആണ്. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തതാണ് ഔട്ട്പുട്ട്. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജിന്റെ ഡിഫറൻഷ്യൽ എടുത്താൽ എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജിന്റെ ഡിഫറൻഷ്യൽ എടുത്താൽ ഔട്ട്പുട്ട് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു സ്ക്വയർ വേവ് ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സ്പൈക്ക്. നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്പൈക്ക് കിട്ടും. അതേസമയം നിങ്ങളൊരു ട്രയാങ്കുലർ വേവ് ആണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് റെക്ടാങ്കുലർ. നിങ്ങൾക്ക് ഒരു റെക്ടാങ്കുലർ അല്ലെങ്കിൽ ഒരു സ്ക്വയർ വേവ് കിട്ടും. ദെൻ നിങ്ങളൊരു സൈൻ വേവ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇൻപുട്ടിൽ കൊടുക്കുന്നതെങ്കിൽ സൈൻ വേവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കൊസൈൻ കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് ഷേപ്പ് തന്നാലും അതിന്റെ ഡിഫറൻഷ്യൽ ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇൻപുട്ട് വേവ് ഫോമിന്റെ ഷേപ്പ് എഴുതുക, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള ഷേപ്പ് എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് ഔട്ട്പുട്ട് സിഗ്നൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ആർ സി ഡിഫറൻഷിയേറ്റർ വിത്ത് ആർ സി ടൈം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ആർ സി ഡിഫറൻഷിയേറ്ററിന്റെ കേസിൽ 0.01 മില്ലി സെക്കൻഡ് ആണ്. ഈസ് യൂസ്ഡ് ഫോർ എ സിഗ്നൽ ഓഫ് ഫ്രീക്വൻസി 1 kHz. ഫ്രീക്വൻസി എത്രയാണ്? സിഗ്നലിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 1 kHz. വിൽ ഇറ്റ് ആക്ട് ആസ് എ പ്രോപ്പർ ഡിഫറൻഷിയേറ്റർ? അപ്പൊ ഇതൊരു പ്രോപ്പർ ഡിഫറൻഷിയേറ്റർ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഡിഫറൻഷിയേറ്ററിന്റെ കണ്ടീഷൻ നമുക്ക് അറിയാം. സോ ടൈം പീരീഡ് എന്താണ്? 1 മില്ലി സെക്കൻഡ് ആണ്. അതായത് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 1 kHz. അപ്പൊ ഇൻപുട്ട് സിഗ്നലിന്റെ ടൈം പീരീഡ് എന്ത് കിട്ടും? 1 by ഫ്രീക്വൻസി 1 by 1 kHz. അപ്പൊ 1 മില്ലി സെക്കൻഡ് കിട്ടും. ആർ സിയുടെ വാല്യൂ എത്രയാണ്? 0.01 മില്ലി സെക്കൻഡ്. അപ്പൊ ഇത് തമ്മിൽ കമ്പയർ ചെയ്യാം. എന്താണ്? ആർ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ടി. ആർ സി ഇസ് ലെസ് ദാൻ ടി ആയതുകൊണ്ട് അതെന്താണ് നമുക്കറിയാം. ആർ സി ലെസ് ദാൻ ടി എന്നുള്ള കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ ഗുഡ് ഡിഫറൻഷിയേറ്റർ. അപ്പൊ അത് ഗുഡ് ഡിഫറൻഷിയേറ്റർ ആവാനുള്ള കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻ തന്ന ഡാറ്റ വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഗുഡ് ഡിഫറൻഷിയേറ്റർ ആണോ അല്ലയോ എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ ആർ സി ലോ പാസ് ഫിൽട്ടർ.
അപ്പൊ നമ്മൾ ഹൈ പാസ് ഫിൽറ്ററിന്റെ വർക്കിംഗ് പറഞ്ഞു, അതുപോലെ നിങ്ങൾക്ക് ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്ററിന്റെ വർക്കിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ലോ പാസ് ഫിൽറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക. ലോ പാസ് ഫിൽറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഏതിന് അക്രോസ് ആണ്? കപ്പാസിറ്ററിന് അക്രോസ് ആണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ ഇൻപുട്ട്, റെസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ, കപ്പാസിറ്റൻസ്, ദെൻ ഔട്ട്പുട്ട് എടുക്കുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ആണ്. സോ ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോ ഫ്രീക്വൻസിയെ പാസ് ചെയ്യുന്നു, ഹൈ ഫ്രീക്വൻസിയെ അറ്റ്യൂനേറ്റ് ചെയ്യുന്നു, ഹൈ ഫ്രീക്വൻസി അറ്റ്യൂനേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയെന്ന് ചോദിച്ചാൽ വീണ്ടും നിങ്ങൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് 1/c ഒമേഗയാണ്, ദാറ്റ് ഈസ് 1/c × 2πf ആണ്. ഇപ്പൊ ലോ ഫ്രീക്വൻസിയിൽ എന്താ സംഭവിക്കുക? കപ്പാസിറ്റർ എന്താവും? ഓപ്പൺ സർക്യൂട്ട് ആവും. അപ്പൊ ഈ കംപ്ലീറ്റ് ഇൻപുട്ട് എവിടെ വരും? ഔട്ട്പുട്ടിൽ വരും. അപ്പോൾ ഇൻപുട്ടിനെ പാസ് ചെയ്യുന്നു. ഹൈ ഫ്രീക്വൻസിയിൽ എന്താ? കപ്പാസിറ്റർ ഷോർട്ട് ആവുന്നു. അപ്പൊ ഔട്ട്പുട്ട് എന്താവും? 0 ആവുന്നു. ഹൈ ഫ്രീക്വൻസി അറ്റ്യൂനേറ്റ് ചെയ്യുന്നു. അപ്പൊ ലോ ഫ്രീക്വൻസിയിൽ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ അപ്പിയർ ചെയ്യുന്നു. ഹൈ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റർ ഷോർട്ട് ആയതുകൊണ്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നില്ല. സോ ലോ ഫ്രീക്വൻസിയെ പാസ് ചെയ്യുന്നു, ഹൈ ഫ്രീക്വൻസിയെ അറ്റ്യൂനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പാസ് ഫിൽറ്റർ ആണ്. അങ്ങനെ വേണം നിങ്ങൾ ഈ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്നുള്ള ടേം വെച്ചിട്ട് ലോ ഫ്രീക്വൻസിയിൽ എന്താ സംഭവിക്കുന്നത്, ഹൈ ഫ്രീക്വൻസിയിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ള പോയിന്റ്സ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതും ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. അടുത്തത് കാൽക്കുലേറ്റ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് എ ലോ പാസ് ഫിൽറ്റർ. ആറിന്റെയും സിയുടെയും വാല്യൂ വന്നിട്ടുണ്ട്. അപ്പൊ ഈ സെയിം മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തേ ഉള്ളൂ. അപ്പൊ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ എന്താണ്? 1/2πRC ആണ്. കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ 1/2πRC ആണ് കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ. അപ്പോൾ ആറും സിയും തന്നിട്ടുണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 1/2πR 10k ആണ്, 10 × 10⁻³ C 0.1 മൈക്രോ ഫാരഡ്, ദാറ്റ് ഈസ് 0.1 × 10⁻⁻6. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫോർമുല അറിഞ്ഞിരുന്നാൽ മതി, തന്ന ഡാറ്റ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ RC ലോ പാസ് ഫിൽറ്റർ. അപ്പൊ ഫസ്റ്റ് ഓർഡർ RC ലോ പാസ് ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്, ഡിറൈവ് ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക. അപ്പൊ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെയും ഇൻപുട്ട് വോൾട്ടേജിന്റെയും എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ഇതിനെ എസ് ഡൊമൈനിലേക്ക് മാറ്റുക. കപ്പാസിറ്റീവ് റിയാക്ടൻസ് 1/CS ആവും, R തന്നെയാണ്, ഇൻപുട്ട് VI(S) ആവും, കറന്റ് I(S) ആവും, ഔട്ട്പുട്ട് V0(S) ആവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻപുട്ട് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ ഇൻപുട്ട് ലൂപ്പിൽ എന്ത് ചെയ്യുക? KVL അപ്ലൈ ചെയ്യുക. ഇൻപുട്ട് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ VI(S)നുള്ള എക്സ്പ്രഷൻ കിട്ടും. ദെൻ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 1/CS × I(S) ആണ്. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കിട്ടി. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. സോ ഫൈനൽ ആൻസർ എന്താ കിട്ടുക? 1/1 + SRC, 1/1 + SRC. അപ്പൊ ഇതിന്റെ ഡെറിവേഷനൊക്കെ നമ്മൾ വളരെ നീറ്റായിട്ട് തിയറി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളത് കൂടുതൽ ഡൗട്ട്സ് ഉള്ള കേസുകളിൽ ആ വീഡിയോസ് റെഫർ ചെയ്ത് അതിനനുസരിച്ചിട്ട് ആൻസർ എഴുതി വെക്കുക. അപ്പൊ ജസ്റ്റ് പ്രൊസീജിയർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാക്കി നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ 1/1 + SRC കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് എക്സ്പ്രഷൻ ഓഫ് എ RC ലോ പാസ് ഫിൽറ്റർ വെൻ എ സ്റ്റെപ്പ് ഇൻപുട്ട് ഈസ് അപ്ലൈഡ്. അപ്പൊ RC ലോ പാസ് ഫിൽറ്ററിലേക്ക് ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചോദിക്കാം, സ്കെച്ച് ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം ഓഫ് എ ഫസ്റ്റ് ഓർഡർ RC ലോ പാസ് ഫിൽറ്റർ ഫോർ എ സ്റ്റെപ്പ് ഇൻപുട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ദെയർ ബിഹേവിയർ. ഓക്കെ, അപ്പൊ നിങ്ങൾ RC ലോ പാസ് ഫിൽറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആദ്യം വരയ്ക്കുക. RC ലോ പാസ് ഫിൽറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. അതിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന സ്റ്റെപ്പ് ഇൻപുട്ട് ആണ്. അപ്പൊ എന്താണ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്നുള്ളത് എഴുതുക. സ്റ്റെപ്പ് ഇൻപുട്ടിന്റെ വേവ് ഫോം ജസ്റ്റ് വരച്ചു വെക്കുക. ദെൻ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഇൻപുട്ടിന്റെ കേസിൽ T ≥ 0 T ≥ 0 സ്റ്റെപ്പ്. ശരിക്കും ഇത് V എന്നുള്ള ഒരു ആംപ്ലിറ്റ്യൂഡ് ഇതിനുള്ളത്. അല്ലാത്തപ്പോ ഒക്കെ എന്താണ്? സ്റ്റെപ്പ് ഇൻപുട്ടിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഓക്കെ, സോ ആ കണ്ടീഷനിൽ നമ്മുടെ സർക്യൂട്ട് വരയ്ക്കുക. ആ കണ്ടീഷനിൽ നമ്മുടെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക. അപ്പൊ ഈ കപ്പാസിറ്റർ എന്താണ്? കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്റർ ചാർജ് ടുവേർഡ്സ് ദിസ് വോൾട്ടേജ്. കപ്പാസിറ്റർ ആ ഒരു വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്യാണ് ചെയ്യുക. സോ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് അറിയാം, സ്റ്റെപ്പ് ആണ്. സോ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് തന്നെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പൊ കപ്പാസിറ്റർ വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. സോ കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ചാർജ്. സോ ഇനീഷ്യലി
ടി ഈക്വൽ ടു 0 ആകുമ്പോൾ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആവും. അപ്പൊ ഔട്ട്പുട്ട് ഒന്നുമില്ല. ഇനീഷ്യലി കപ്പാസിറ്ററിൽ വോൾട്ടേജ് ഒന്നുമില്ല. ദെൻ കപ്പാസിറ്റർ എക്സ്പോണൻഷ്യലി ചാർജ് ആവുകയാണ് ചെയ്യുക. സോ കപ്പാസിറ്റർ വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ നമുക്ക് അറിയാം, V × 1 - e⁻ t/RC. സോ ഈ ഒരു വേവ് ഫോമിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരിക. ഈ ഒരു രീതിയിൽ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. അപ്പൊ ഇത് തന്നെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, സോ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ നിങ്ങൾ ഇതാണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജിന്റെ ഷേപ്പും ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഷേപ്പും ഇതാണ്. കപ്പാസിറ്റർ വോൾട്ടേജ് തന്നെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, അപ്പൊ ഇതൊരു SA കാറ്റഗറി ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഡീറ്റെയിൽഡ് ഡെറിവേഷൻ അതിലുള്ള എക്സ്പ്ലനേഷനിൽ ഡൗട്ട് ഉള്ളവർ നമ്മുടെ വീഡിയോസ് ആപ്പിൽ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൈസ് ടൈം ആൻഡ് ബാൻഡ് വിഡ്ത്ത്. സോ റൈസ് ടൈം എന്താണ്, ബാൻഡ് വിഡ്ത്ത് എന്താണ്, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. റൈസ് ടൈമും ബാൻഡ് വിഡ്ത്തും നമ്മളെ റിലേഷനും ചോദിക്കാം. ഓക്കെ, സോ റൈസ് ടൈമിന്റെ ഡെഫിനിഷൻ നിങ്ങൾ എഴുതി വെക്കുക. റൈസ് ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈം it takes for the output signal to transition from 10% to 90% of its final value when a step input is applied. സ്റ്റെപ്പ് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫൈനൽ വാല്യൂവിന്റെ 10%-ൽ നിന്നും 90%-ലേക്ക് എത്താൻ എടുക്കുന്ന ഒരു ടൈമിനെ പറയുന്ന പേരാണ് റൈസ് ടൈം. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോമിന്റെ ഷേപ്പ് അറിയാം. അപ്പൊ ഇതാണ് ഔട്ട്പുട്ട് വേവ് ഫോം. അപ്പൊ ഇതിന്റെ 10%, ഇതിന്റെ 90%. അപ്പൊ അതിലേക്ക് എത്താൻ എടുക്കുന്ന ഈ രണ്ട് ടൈം, ഈ ഒരു ടൈം ഡിഫറൻസിനെയാണ് എന്ത് പറയാ, 10%-ൽ നിന്ന് 90% എത്താൻ എടുക്കുന്ന ഈ ഒരു ടൈം, ആ ടൈമിനെ പറയുന്ന പേരാണ് റൈസ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഡെറിവേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇനീഷ്യലി ഈ ഒരു 10% എത്താൻ എടുക്കുന്ന ടൈം T1, 90% എത്താൻ എടുക്കുന്ന ടൈം T2 ആണെങ്കിൽ T2 - T1 അതാണ് റൈസ് ടൈം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, T1 ആവുമ്പോൾ എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് 10% ഓഫ് മാക്സിമം വാല്യൂ 0.1 V ആണ്. അപ്പൊ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് 0.1 V ഇസ് ഈക്വൽ ടു കപ്പാസിറ്റർ വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ അറിയാം. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ടൈം T1 ആയിട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഫൈനൽ എക്സ്പ്രഷൻ T1 ഇസ് ഈക്വൽ ടു 0.1 RC കിട്ടും. ആഫ്റ്റർ ഡെറിവേഷൻ നിങ്ങൾ ഡെറിവേഷൻ എഴുതി വെക്കുക. നിന്റെ ഫൈനൽ എക്സ്പ്രഷൻ എന്ത് എഴുതുക, 0.1 RC എന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇപ്പൊ ഡെറിവേഷൻ നിങ്ങൾ നമ്മളെ തിയറി ക്ലാസ്സുകൾ റെഫർ ചെയ്ത് കുറച്ചും കൂടെ ക്ലാരിറ്റി വരുത്തുക. T1 ഇസ് ഈക്വൽ ടു 0.1 RC. ഇനി 90% ആവാൻ എടുക്കുന്ന ടൈം എന്താണ്, T2 ആണ്. അപ്പോൾ T2-ല് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്, 0.9 V ആണ്. അപ്പൊ ആ സമയത്ത് 0.9 V അതൊന്ന് ഇക്വേറ്റ് ചെയ്യുക. 0.9 V ഇസ് ഈക്വൽ ടു V × 1 - e⁻ ഇവിടെ T2 കൊടുക്കുക. അപ്പൊ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ T2-നുള്ള എക്സ്പ്രഷൻ കിട്ടും 2.3 RC. T2 എന്ന് പറഞ്ഞാൽ 2.3 RC ആണ്, 2.3 RC ആണ്. ഓക്കെ, ഇനി റൈസ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, T2 - T1 അല്ലേ. അപ്പൊ 2.3 RC - 0.1 RC. സോ ഫൈനൽ എക്സ്പ്രഷൻ എന്ത് കിട്ടും, 2.2 RC കിട്ടും. അപ്പൊ റൈസ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, 2.2 RC കിട്ടും. 2.2 RC എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. F is equal to 1/2π RC. 1/2π RC. അപ്പൊ ഇതൊന്ന് RC എന്ത് വരും, വാട്ട് ഈസ് RC? ഫ്രം ദിസ് RC is equal to 1/2πf. 1/2πf. ഓക്കെ, സോ F എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് തന്നെയാണ്, അതിന്റെ ബാൻഡ് വിഡ്ത്ത് ആണ്. സോ ഈ 1/2π ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഈ RCക്ക് എന്ത് ചെയ്യാം, RCക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. RCയുടെ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1/2πf സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫിന്റെ അവിടെ ബാൻഡ് വിഡ്ത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈസ് ടൈമും ബാൻഡ് വിഡ്ത്തും തമ്മിലുള്ള റിലേഷൻ കിട്ടും. റൈസ് ടൈമും ബാൻഡ് വിഡ്ത്തും തമ്മിലുള്ള ഡെറിവേഷൻ കിട്ടും. ആ ഒരു ഇക്വേഷൻ കിട്ടും. TR റൈസ് ടൈം ഇസ് ഈക്വൽ ടു 0.35 ബാൻഡ് വിഡ്ത്ത്. റൈസ് ടൈം ഇസ് ഈക്വൽ ടു 0.35 ബാൻഡ് വിഡ്ത്ത്. 0.35 ബാൻഡ് വിഡ്ത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഡെറിവേഷൻ ആണ് നിങ്ങൾ ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ SAT ചോദിക്കുമ്പോൾ ഇത്രയും സ്റ്റെപ്സ് ഡെറിവേഷൻ ചെയ്ത് നിങ്ങൾ ആൻസറിലേക്ക് എത്തുക. ഷോർട്ട് ആൻസർ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഫൈനൽ ഇക്വേഷൻ എഴുതാം. അതിൽ പറയുന്ന ടേംസ് എന്താണെന്നുള്ളത് എഴുതുക. എന്താണ് റൈസ് ടൈം എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വേവ് ഫോം വെച്ച് ഔട്ട്പുട്ട് വേവ് ഫോമിന്റെ ഷേപ്പ് വെച്ചിട്ട് റൈസ് ടൈം എന്താണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് റൈസ് ടൈമും ബാൻഡ് വിഡ്ത്തും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചാൽ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഔട്ട്പുട്ട് ഓഫ് ആൻ RC ഇന്റഗ്രേറ്റർ. ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ RC ഇന്റഗ്രേറ്ററിന്റെ കേസിൽ, RC ഇന്റഗ്രേറ്ററിന്റെ കേസിൽ. അപ്പൊ RC ഇന്റഗ്രേറ്ററിന്റെ കേസിൽ എന്താണ് കണ്ടീഷൻ, എന്താണ്
R greater than 10 times XC ആണ്. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? R greater than 10 times XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് അപ്രോക്സിമേറ്റ്ലി ഏതിന് അക്രോസ് ഡ്രോപ്പ് ആവും? ഈ ഒരു ആറിന് അക്രോസ് ഡ്രോപ്പ് ആവും. അപ്പൊ ഔട്ട്പുട്ട് എവിടെ എടുക്കുക? കപ്പാസിറ്റർ അക്രോസ് ആണ് എടുക്കുക. സോ കപ്പാസിറ്റർ അക്രോസ് ഉള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/C ഇന്റഗ്രൽ 1/C ഇന്റഗ്രൽ എന്ത് വരും? I dt വരും. 1/C ഇന്റഗ്രൽ I of t അല്ലെങ്കിൽ IC of t dt എന്ന് വരും. IC of t dt. അപ്പൊ IC of t എന്താ വരിക? IC of t ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? IC of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? IC of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/R ആണ്. V/R ആണ്. അപ്പൊ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക? V/R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V/R ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് വരും? 1/RC ഇന്റഗ്രൽ VI of t dt അല്ലെങ്കിൽ 1/RC ഇന്റഗ്രൽ Vin of t dt. അപ്പൊ ഇതാണ് ഇന്റഗ്രേറ്ററിന്റെ കേസിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ. ഇതാണ് നിങ്ങൾ ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഈ കണ്ടീഷൻ എഴുതുക. അതിനുശേഷം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. 1/C ഇന്റഗ്രൽ IC of t dt എന്ന് എഴുതുക. IC of t എന്നുള്ളത് കറന്റ് ആണ്. കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/R ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈനൽ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ കണ്ടീഷൻ അണ്ടർ വിച്ച് RC സർക്യൂട്ട് ബിഹേവ്സ് ആസ് ഇന്റഗ്രേറ്റർ. RC സർക്യൂട്ട് ഇന്റഗ്രേറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന കണ്ടീഷൻ. RC സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ലോ പാസ് ഫിൽട്ടർ ഇന്റഗ്രേറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യും. ലോ പാസ് ഫിൽട്ടർ, ഹൈ പാസ് ഫിൽട്ടർ ഡിഫറൻഷിയേറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ ലോ പാസ് ഫിൽട്ടർ ഇന്റഗ്രേറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യും. കണ്ടീഷൻ, ഈ രണ്ട് കണ്ടീഷനാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഓക്കെ, സോ ദീസ് ടു കണ്ടീഷൻ R greater than 10 times XC യും RC വളരെ ഇമ്പോർട്ടന്റ് ആണ്. RC greater than 16 times T. RC എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റന്റ്. ആറും സിയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആറും സിയും മൾട്ടിപ്ലൈ ചെയ്യാം. RC greater than 16T. അപ്പൊ ഇൻപുട്ട് വേവ് ഫോമിന്റെ ടൈം പീരീഡ് ആണ് T. അപ്പൊ 16T കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ RC സർക്യൂട്ട് എന്തായിട്ട് വർക്ക് ചെയ്യും? ഇന്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്കെച്ച് ദി ഔട്ട്പുട്ട് വേവ് ഫോം ഓഫ് എ RC ഇന്റഗ്രേറ്റർ ഫോർ എ സ്ക്വയർ വേവ് ഇൻപുട്ട്. അപ്പൊ നിങ്ങൾ ഒരു RC ഇന്റഗ്രേറ്ററിലേക്ക് സ്ക്വയർ വേവ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ RC ഇന്റഗ്രേറ്ററിന്റെ കേസിലുള്ള ഔട്ട്പുട്ടിന്റെ എക്സ്പ്രഷൻ എഴുതുക. അപ്പൊ RC ഇന്റഗ്രേറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾക്ക് അറിയാം, അത് വരയ്ക്കുക. നിങ്ങൾ ഒരു സ്ക്വയർ വേവ് ഇൻപുട്ട് ആയിട്ട് കാണിക്കുക. ഈ സ്ക്വയർ വേവ് ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ബി ദ ഇന്റഗ്രൽ ഓഫ് ദി സ്ക്വയർ വേവ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഈ സ്ക്വയർ വേവിന്റെ ഇന്റഗ്രൽ ആണ്. സോ സ്ക്വയർ വേവിന്റെ ഇന്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ട്രയാങ്കുലർ വേവ് ഫോം. നിങ്ങൾക്ക് എന്ത് കിട്ടും? ട്രയാങ്കുലർ വേവ് ഫോം കിട്ടും. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ, സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രയാങ്കുലർ വേവ് ഫോം കിട്ടും. സോ ഒരു ട്രയാങ്കുലർ വേവ് ഫോമിന്റെ ഷേപ്പ് നിങ്ങൾ വരയ്ക്കുക, ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, RC ഇന്റഗ്രേറ്ററിന്റെ കേസിൽ RCയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ടൈം കോൺസ്റ്റന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. വിൽ ഇറ്റ് ആക്ട് ആസ് എ ഗുഡ് ഇന്റഗ്രേറ്റർ ഫോർ എ സിഗ്നൽ ഓഫ് ഫ്രീക്വൻസി 10 kHz. ഇൻപുട്ട് സിഗ്നലിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പൊ ഇൻപുട്ട് സിഗ്നലിന്റെ ഫ്രീക്വൻസി തന്നാൽ 1/ഫ്രീക്വൻസി ചെയ്താൽ എന്ത് കിട്ടും? ടൈം പീരീഡ് കിട്ടും. സോ ടൈം പീരീഡ് ഈസ് 1/ഫ്രീക്വൻസി. സോ 1/10 kHz എന്ത് വരും? 0.1 മില്ലി സെക്കൻഡ് വരും. 0.1 മില്ലി സെക്കൻഡ് വരും. ഓക്കെ, അപ്പൊ ഇതാണ് ടൈം പീരീഡ്. 1/ഫ്രീക്വൻസി 0.1 മില്ലി സെക്കൻഡ്. RCയുടെ വാല്യൂ നോക്കുക, 1 മില്ലി സെക്കൻഡ്. അപ്പൊ ഏതാ ഗ്രേറ്റർ? RC greater than T ആണ്. RC greater than T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ ഗുഡ് ഇന്റഗ്രേറ്റർ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ വർക്ക് ആസ് എ ഗുഡ് ഇന്റഗ്രേറ്റർ. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തന്ന ഡാറ്റ വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ഒരു ചെറിയൊരു ഷോർട്ട് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് 3-4 മാർക്ക് അല്ലെങ്കിൽ എസ്സേയിൽ ഒരു ചെറിയ സെക്ഷൻ ആയിട്ടൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലിപ്പർ. അപ്പൊ നമ്മള് ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. അതിൽ RC ലോ പാസ്, RC ഹൈ പാസ്, രണ്ടും ഫസ്റ്റ് ഓർഡറിന്റെ കേസ്, ഇന്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ. ഓക്കെ, ഇനി നമുക്ക് നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, അതിൽ ക്ലിപ്പർ എന്നുള്ള ക്വസ്റ്റ്യനും ക്ലാമ്പർ എന്നുള്ള ക്വസ്റ്റ്യനാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ക്ലിപ്പറിന് എന്താണ് ക്ലിപ്പർ, എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് ചോദിക്കാം. അപ്പൊ നമുക്കൊരു വേവ് ഫോമിന്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ടിനെ പറയുന്ന പേരാണ് എന്ത്? ക്ലിപ്പർ എന്ന് പറയുന്നത്. സോ ക്ലിപ്പർ സർക്യൂട്ട്സ് ക്ലിപ്സ് ഓഫ് ഓർ റിമൂവ് എ പോർഷൻ ഓഫ് ഇൻപുട്ട് സിഗ്നൽ ആണ്.
സോ ക്ലിപ്പിംഗ് സർക്യൂട്ട്, ലിമിറ്റർ അല്ലെങ്കിൽ സ്ലൈസർ എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താ? സീരീസ് ക്ലിപ്പർ ഉണ്ട്, ഷണ്ട് ക്ലിപ്പറും ഉണ്ട്. അപ്പൊ നമ്മളൊരു വേവ് ഫോമിന്റെ ഒരു പർട്ടിക്കുലർ ഭാഗം റിമൂവ് ചെയ്യാണ്. അപ്പൊ ചിലപ്പോൾ പോസിറ്റീവ് സൈഡ് ആയിരിക്കും റിമൂവ് ചെയ്യാം, ചിലപ്പോൾ നെഗറ്റീവ് സൈഡ് ആയിരിക്കും റിമൂവ് ചെയ്യാം. പോസിറ്റീവ് സൈഡ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറയും, നെഗറ്റീവ് സൈഡ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറയും. ഇനി ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ ഡയോഡിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് അതിൽ വേണമെങ്കിൽ എക്സ്ട്രാ വോൾട്ടേജ് സോഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബയാസ്ഡ് ക്ലിപ്പർ ഒക്കെ വരും. അപ്പൊ സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ ഉണ്ട്, സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ ഉണ്ട്, സീരീസ് പോസിറ്റീവ് ക്ലിപ്പറിൽ തന്നെ വിത്ത് ബയാസിംഗ് ഉണ്ട്, സീരീസ് നെഗറ്റീവ് ക്ലിപ്പറിൽ തന്നെ വിത്ത് ബയാസിംഗ് ഉണ്ട്. അതുപോലെ തന്നെ അതാണ് സീരീസ് ക്ലിപ്പറിൽ. ഷണ്ട് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ സീരീസ് ക്ലിപ്പറിൽ ഡയോഡ് സീരീസ് പാത്തിലായിരിക്കും, ഷണ്ട് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ ഡയോഡ് ഷണ്ട് പാത്തിലായിരിക്കും. അപ്പൊ ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ ഉണ്ട്, ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ ഉണ്ട്. അപ്പൊ ഷണ്ട് പോസിറ്റീവിൽ തന്നെ വിത്ത് ബയാസിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഷണ്ട് നെഗറ്റീവിലും വിത്ത് ബയാസിംഗ് ഉണ്ട്. അപ്പൊ എന്താണ് ക്ലിപ്പർ എന്ന് എഴുതുക, ജസ്റ്റ് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ പറയാം. നിങ്ങൾക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് വേണമെങ്കിൽ ഔട്ട്പുട്ട് ഇൻപുട്ട് വേവ് ഫോം വരച്ചിട്ട് എങ്ങനെയാണ് ക്ലിപ്പിംഗ് ആക്ഷൻ നടക്കുന്നതെന്നൊക്കെ പറയാം. അപ്പൊ ഒരു സർക്യൂട്ട് ഡയഗ്രാം. അപ്പൊ ഇൻപുട്ട് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക? ഇൻപുട്ട് ഹാഫ് സൈക്കിൾ ഇത് റിവേഴ്സ് ബയസ് ആവും എന്നുള്ളത് പറയാം. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ക്ലിപ്പായി പോകും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് എന്താവും? ഷോർട്ട് സർക്യൂട്ട് ആവും, ഫോർവേഡ് ബയസ് ആവും. അപ്പൊ നമുക്ക് ഇൻപുട്ട് നേരെ എവിടെ കിട്ടും? ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കട്ടായി പോയി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പോസിറ്റീവ് ക്ലിപ്പർ. അതെന്താണ്? പോസിറ്റീവ് ക്ലിപ്പർ ആണ്. അപ്പൊ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് നിങ്ങളോട് ഏതെങ്കിലും ഒരു ക്ലിപ്പറിന്റെ വർക്കിംഗ് എങ്ങനെയാന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് സംഭവിക്കുന്നു, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കുക, ഇൻപുട്ട് വേവ് ഫോം വരയ്ക്കുക, ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കുക. അതനുസരിച്ച് പോസിറ്റീവ് ക്ലിപ്പർ ആണോ നെഗറ്റീവ് ക്ലിപ്പർ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സീരീസ് ആൻഡ് ഷണ്ട് ക്ലിപ്പർ. അപ്പൊ നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, സീരീസ് ക്ലിപ്പറും ഉണ്ട്, ഷണ്ട് ക്ലിപ്പറും ഉണ്ട്. അപ്പൊ ഡയോഡ് നമ്മൾ എവിടെ പൊസിഷൻ ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് സീരീസ് ക്ലിപ്പറും ഷണ്ട് ക്ലിപ്പറും. സീരീസ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ ഡയോഡ് സീരീസ് പാത്തിലായിരിക്കും. ദെൻ റെസിസ്റ്റൻസിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക, ഈ ആറിന് അക്രോസ് ആണ് ഔട്ട്പുട്ട് എടുക്കുക. ഇവിടെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഷണ്ട് ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഷണ്ട് പാത്തിലായിരിക്കും, ഇതിന് അക്രോസ് ആണ്, ഡയോഡിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ജസ്റ്റ് വർക്കിംഗ് നിങ്ങൾക്ക് പറയാം. ഇവിടെയും ഇൻപുട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കാം. പോസിറ്റീവ് ക്ലിപ്പറിന്റെ കേസിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്, പോസിറ്റീവ് സൈഡ് കട്ടായി പോയി. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടുതൽ വർക്കിംഗ് നമ്മൾ തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഷണ്ട് ക്ലിപ്പറിന്റെ ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കാൻ പറ്റും. അപ്പൊ ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പറിലും അതുപോലെ തന്നെ ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പറിലും മെയിൻ ഡിഫറൻസ് ഡയോഡിന്റെ പൊസിഷൻ ആണ്. ഇപ്പൊ സീരീസ് പാത്തിൽ ഡയോഡെങ്കിൽ സീരീസ് ക്ലിപ്പർ, പോസിറ്റീവ് സൈഡാണ് ക്ലിപ്പ് ചെയ്ത് പോകുന്നതെങ്കിൽ പോസിറ്റീവ് ക്ലിപ്പർ, പോസിറ്റീവ് സൈഡാണ് ക്ലിപ്പ് ചെയ്ത് പോകുന്നത് പോസിറ്റീവ് ക്ലിപ്പർ. അതുപോലെ തന്നെ ഡയോഡിന്റെ പൊസിഷൻ ഷണ്ട് പാത്തിലാണെങ്കിൽ ഷണ്ട് ക്ലിപ്പർ. ഇനി ഏത് സൈഡാണ് ക്ലിപ്പ് ചെയ്ത് പോകുന്നത്? പോസിറ്റീവ് സൈഡാണ് ക്ലിപ്പ് ചെയ്ത് പോകുന്നതെങ്കിൽ പോസിറ്റീവ് ക്ലിപ്പർ. അപ്പൊ നിങ്ങൾക്ക് ആ പേരൊക്കെ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ സർക്യൂട്ട് ഡയഗ്രാം ജസ്റ്റ് അതിന്റെ ഒരു വർക്കിംഗും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എസ്എ ക്വസ്റ്റൻ ആയിട്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ ചോദിക്കാൻ പറ്റും. Then explain the working of a positive clipper and a negative clipper with neat diagram and waveform. അപ്പൊ പോസിറ്റീവ് ക്ലിപ്പർ എന്താന്നുള്ളത് എഴുതുക, നെഗറ്റീവ് ക്ലിപ്പർ എന്താന്നുള്ളത് എഴുതുക, അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക, അതിന്റെ വേവ് ഫോമും വരച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇതൊരു എസ്എ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. ഇപ്പൊ പോസിറ്റീവ് ക്ലിപ്പർ, നെഗറ്റീവ് ക്ലിപ്പർ. ഓക്കെ, സോ ഒരു സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ എടുത്തു, സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ എടുത്തു. സോ ഒരു സീരീസ് പോസിറ്റീവ് ക്ലിപ്പറിന്റെ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുക, അതിന്റെ വർക്കിംഗ് എഴുതുക, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് എഴുതുക, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുന്നത് എഴുതുക, അതനുസരിച്ച് ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമും വരയ്ക്കുക. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് സൈഡ് ക്ലിപ്പായി പോകുന്നതുകൊണ്ട് അതെന്ത് ക്ലിപ്പറാ? പോസിറ്റീവ് ക്ലിപ്പർ. ഡയോഡ് എവിടെ കണക്ട് ചെയ്യുന്നത്? സീരീസ് പാത്തിൽ. അപ്പൊ സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ. ഓക്കെ, നമ്മൾ ഐഡിയൽ ഡയോഡിന്റെ കേസാണ്. പ്രാക്ടിക്കൽ ഡയോഡ് ആകുമ്പോൾ ഈ 0.7 വോൾട്ടേജ് ജസ്റ്റ് അതിൽ വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ വർക്കിംഗ് പറയുക. അപ്പോൾ നമ്മളിതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അതിന്റെ ഡീപ്പ് എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ബ്രീഫായിട്ട് എന്ത് എഴുതണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. കൂടുതൽ പോയിന്റ്സ് നമ്മുടെ നോട്ട്സിൽ അവൈലബിൾ ആണ്, ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. നല്ല ഡീറ്റെയിൽഡ് ആണ്. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ തിയറി വീഡിയോ എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. ഓക്കെ, ദെൻ സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ ആണെങ്കിൽ ഈ ഡയോഡിന്റെ പൊസിഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു, ഡയോഡിന്റെ പൊസിഷൻ ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ചു. ഇതേപോലെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുന്നത്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുന്നത് നോക്കിയിട്ട്
നമ്മൾ ഇൻപുട്ട് കൊടുത്തു, ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കുക. ഔട്ട്പുട്ട് വേവ് ഫോം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കട്ടായി പോകുന്നു. സോ നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറയാം. ഡയോഡ് സീരീസ് പാത്തിലാണ്. സോ സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറയാൻ പറ്റും. അപ്പൊ ജസ്റ്റ് അതിന്റെ സർക്യൂട്ട് ഡയഗ്രം വർക്കിങ്ങും പറയാം. ഓക്കെ, ഇപ്പോ പോസിറ്റീവ് ക്ലിപ്പർ നെഗറ്റീവ് ക്ലിപ്പറിന്റെ കേസാണ് പറഞ്ഞത്. സോ പോസിറ്റീവ് ക്ലിപ്പറും നെഗറ്റീവ് ക്ലിപ്പറും നമ്മളൊരു എക്സാമ്പിൾ വെച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെക്ഷൻ ആയിട്ട് തന്നെ ഒരു 5 മാർക്കിനൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബയാസ്ഡ് ക്ലിപ്പർ? എന്താണ് ബയാസ്ഡ് ക്ലിപ്പർ? ഇപ്പൊ സാധാ ക്ലിപ്പർ അൺബയാസ്ഡ് ആണ്, അതിൽ എക്സ്ട്രാ വോൾട്ടേജ് സോഴ്സ് ഒന്നുമില്ല. അപ്പൊ നമ്മളൊരു എക്സ്ട്രാ വോൾട്ടേജ് സോഴ്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ അത് ബയാസ്ഡ് ക്ലിപ്പർ ആവും. ഓക്കെ, എക്സ്ട്രാ വോൾട്ടേജ് സോഴ്സ്, ഈ ഡയോഡിന്റെ കൂടെ എക്സ്ട്രാ ഒരു വോൾട്ടേജ് സോഴ്സ് നമ്മൾ വെച്ചു. സോ അത് ബയാസ്ഡ് ക്ലിപ്പർ ആവും. സോ ബയാസ്ഡ് ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിപ്സ് വേവ് ഫോം അറ്റ് എ വോൾട്ടേജ് ലെവൽ അതർ ദാൻ 0. കറക്റ്റ് 0യിൽ വെച്ചിട്ടല്ല കട്ട് ചെയ്യുക. ഇപ്പൊ നമുക്കൊരു +2 വോൾട്ടിൽ വെച്ച് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ -2 വോൾട്ടിലൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ബയാസ്ഡ് ക്ലിപ്പർ ബൈ ഇൻട്രൊഡ്യൂസിങ് എ DC ബയാസ് വോൾട്ടേജ് ഇൻ സീരീസ് വിത്ത് ഡയോഡ്. ഡയോഡിന്റെ കൂടെ വോൾട്ടേജ് സോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബയാസ്ഡ് ക്ലിപ്പർ ആവും. ഇപ്പൊ ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മളിവിടെ ഒരു 3 വോൾട്ട് ബാറ്ററി വെച്ചു. നമ്മൾ ഈ ഇൻപുട്ടിന്റെ പീക്ക് വാല്യൂ 5 ആണെന്ന് വിചാരിക്കാം. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇൻപുട്ട് പീക്ക് 5 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഈ വോൾട്ട് 5 ആണെങ്കിൽ അപ്പൊ നമ്മുടെ റെഫറൻസ് വോൾട്ടേജ് അറൗണ്ട് എത്രയാണ്? 3 വോൾട്ട് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ കാഥോഡിൽ അറൗണ്ട് 3 വോൾട്ട് വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ആനോഡിൽ ഗ്രേറ്റർ ദാൻ 3 വരണം എന്ന് പറഞ്ഞാൽ 3.1 ഒക്കെ വന്നാലാണ് ഡയോഡ് ഫോർവേഡ് ആവും. അപ്പൊ ഈ ഡയോഡ് ഫോർവേഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ആവും. അപ്പൊ ഔട്ട്പുട്ട് എവിടെ തന്നെ നിൽക്കും? 3ൽ തന്നെ നിൽക്കും. അപ്പൊ ഇൻപുട്ട് 3ൽ കൂടുതൽ വന്നാൽ ഔട്ട്പുട്ട് 3ൽ നിൽക്കും. അപ്പൊ ഇൻപുട്ട് 3ൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എവിടെ വരും? അപ്പൊ ഈ കേസുകളിലൊക്കെ ഔട്ട്പുട്ട് 3ൽ നിൽക്കും. ഇനി ഇൻപുട്ട് 3ൽ കുറവാണ്, ഇപ്പൊ ഒരു 2 വോൾട്ട് ഒക്കെ ആണെന്ന് വിചാരിക്കാം. അപ്പൊ 2 വോൾട്ട് ഒക്കെ ആണെങ്കിൽ ഇത് എന്ത് ബയാസാ? റിവേഴ്സ് ബയസ് ആണ്. റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ സർക്യൂട്ട് ആണ്. അപ്പൊ ഇൻപുട്ട് തന്നെ എവിടെ വരും? ഔട്ട്പുട്ടിൽ വരും. അപ്പൊ 3 വോൾട്ടിൽ താഴെയാണ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ടും ഇൻപുട്ടും സെയിം ആണ്. 3 വോൾട്ടിൽ മുകളിൽ വരുമ്പോൾ ഔട്ട്പുട്ട് ക്ലിപ്പായി പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ ആണ് കട്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതാണ് ശരിക്ക് ബയാസ്ഡ് ക്ലിപ്പർ. അപ്പൊ നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് ഡയഗ്രാം വെച്ചിട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ കൂടുതൽ വീണ്ടും പറയുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കുക, എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ള ഒരു എക്സാമ്പിൾ വഴി ജസ്റ്റ് ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്താണ് ബയാസ്ഡ് ക്ലിപ്പർ എന്ന് എഴുതുക. ഇൻപുട്ട് വേവ് ഫോം, ഔട്ട്പുട്ട് വേവ് ഫോം എന്ത് ചെയ്യാം? വരച്ച് അത് എന്തുകൊണ്ട് ബയാസ്ഡ് ക്ലിപ്പർ ആയി എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ കോമ്പിനേഷണൽ ക്ലിപ്പർ അല്ലെങ്കിൽ ഡുവൽ ക്ലിപ്പർ അല്ലെങ്കിൽ സ്ലൈസർ എന്ന് പറയാം. ഇപ്പൊ 2 സൈഡും കട്ട് ചെയ്ത് പോകുന്ന കേസ്. അപ്പൊ എന്താണ്? അതൊരു എ കോമ്പിനേഷണൽ ഓർ ഡുവൽ ക്ലിപ്പർ ഇറ്റ്സ് എ സർക്യൂട്ട് ദാറ്റ് ക്ലിപ്സ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പീക്സ്. 2 സൈഡിലും കട്ടിങ് വരും. പോസിറ്റീവ് സൈഡിലും കട്ടിങ് വരും, നെഗറ്റീവ് സൈഡിലും കട്ടിങ് വരും. സോ ഇറ്റ് ഈസ് എസെൻഷ്യലി എ കോമ്പിനേഷൻ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്ലിപ്പർ. അപ്പൊ ഡുവൽ ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ക്ലിപ്പറിന്റെയും നെഗറ്റീവ് ക്ലിപ്പറിന്റെയും കോമ്പിനേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം അതിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ആൻസർ ഷീറ്റിൽ വരച്ചു വെക്കാം. അപ്പൊ പോസിറ്റീവ് ക്ലിപ്പറും ഉണ്ട്, നെഗറ്റീവ് ക്ലിപ്പറും ഉണ്ട്. അപ്പൊ ഇത് ഷണ്ട് ആയിട്ട് കണക്ട് ചെയ്യുന്നു. നമ്മുടെ ഇൻപുട്ട് ഇവിടെ ഉണ്ട്, റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് സൈഡിലും ക്ലിപ്പിംഗ് വരും, നെഗറ്റീവ് സൈഡിലും ക്ലിപ്പിംഗ് വരും, നെഗറ്റീവ് സൈഡിലും ക്ലിപ്പിംഗ് വരും. സോ പോസിറ്റീവ് സൈഡിൽ ഈ ഒരു റെഫറൻസ് വോൾട്ടേജ് ലെവലിൽ വെച്ചിട്ട് ക്ലിപ്പിംഗ് വരും VB1. നെഗറ്റീവ് സൈഡിൽ ഈ ഒരു വോൾട്ടേജിൽ വെച്ചിട്ട് VB2 വെച്ചിട്ട് ക്ലിപ്പിംഗ് വരും. ഓക്കെ, അപ്പൊ അതിന്റെ വർക്കിങ്ങും ഞാൻ കൂടുതൽ പറയുന്നില്ല, നമ്മുടെ ക്ലാസ്സുകൾ റെഫർ ചെയ്യുക. നിങ്ങൾ ആ വർക്കിങ്ങും കൂടെ ജസ്റ്റ് ഒന്ന് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ വിത്ത് വർക്കിംഗ് എന്താണ് സംഭവിക്കുന്നത് നീറ്റായിട്ട് എഴുതി അതിനനുസരിച്ച് ഔട്ട്പുട്ട് വേവ് ഫോം കാണിക്കുക. ഇനി അതല്ല ഷോർട്ട് ആൻസർ ആണെങ്കിൽ ജസ്റ്റ് ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നതും ഇതിന്റെ ഡെഫിനിഷൻ എഴുതിയാലും ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം വരച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് ഫുൾ ആയിട്ട് എന്ത് ചെയ്യാം? സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്കെച്ച് ആൻഡ് എക്സ്പ്ലെയിൻ ദ ട്രാൻസ്ഫർ ക്യാര. അപ്പൊ ട്രാൻസ്ഫർ ക്യാര വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളോട് വേവ് ഫോം ട്രാൻസ്ഫർ ക്യാര വരയ്ക്കാൻ പറയും. ഇപ്പൊ ട്രാൻസ്ഫർ ക്യാര എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഔട്ട്പുട്ട് വോൾട്ടേജും y ആക്സിസിലും ഇൻപുട്ട് വോൾട്ടേജ് x ആക്സിസിൽ, ഔട്ട്പുട്ട് വോൾട്ടേജ് y ആക്സിസിൽ വരുന്ന ഗ്രാഫാണ് ട്രാൻസ്ഫർ ക്യാര. അപ്പൊ അൺബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറും അൺബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പറും. അപ്പൊ പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഉണ്ട്, പക്ഷെ ഔട്ട്പുട്ട് പോസിറ്റീവ് സൈഡിൽ 0 ആണ്. അപ്പൊ ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അതേപോലെ കിട്ടും.
അപ്പൊ ഇങ്ങനെയായിരിക്കും ട്രാൻസ്ഫർ ക്യാര വരിക. ഇനി നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് സൈഡ് കട്ടായി പോയി. അപ്പൊ നെഗറ്റീവ് സൈഡിൽ നമുക്ക് ഇൻപുട്ട് വരുമ്പോൾ ഔട്ട്പുട്ട് ഒന്നുമില്ല. നെഗറ്റീവ് സൈഡിൽ ഇൻപുട്ട് വരുമ്പോൾ ഔട്ട്പുട്ട് ഒന്നുമില്ല. പോസിറ്റീവ് സൈഡിൽ എന്താണ്? നമുക്കൊരു ലീനിയർ വേവ് കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ഗ്രാഫിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫർ ക്യാര. പല കേസിലും നിങ്ങളോട് ട്രാൻസ്ഫർ ക്യാര ചോദിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സർക്യൂട്ട് ഡയഗ്രാം, ഇൻപുട്ട് വരയ്ക്കുക, ഔട്ട്പുട്ട് വേവ് ഫോം കറക്റ്റ് വരയ്ക്കുക, ഇൻപുട്ടിൽ വരുന്ന വേരിയേഷൻ അനുസരിച്ചിട്ട് ഔട്ട്പുട്ടിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഷേപ്പ് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാര ആയതുകൊണ്ട് ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമും കിട്ടിയാൽ അതനുസരിച്ചിട്ട് എന്ത് പ്ലോട്ട് ചെയ്യാം? ട്രാൻസ്ഫർ ക്യാര പ്ലോട്ട് ചെയ്യാം. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ. ഇനി കപ്പാസിറ്റർ എന്തുകൊണ്ടാണ് ക്ലാമ്പർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സോ വൈ കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ഇൻ ക്ലാമ്പർ സർക്യൂട്ട്? സോ ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിയിലേക്ക് നമ്മൾ ഡി സി ആഡ് ചെയ്യാണ്. അപ്പൊ ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സി സ്റ്റോറേജ് ഒരു എലമെന്റ് ആണ് കപ്പാസിറ്റർ. സോ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന വോൾട്ടേജ് നമ്മുടെ സിഗ്നലിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വേവ് ഫോമിന് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഒരു റഫറൻസ് ലെവൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ലെവൽ വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്ലാമ്പിംഗ് ആക്ഷൻ എന്ന് പറയുക. സോ സ്റ്റോറിംഗ് ആൻഡ് റിലീസിംഗ് ചാർജ് എന്നുള്ള കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് വേവ് ഫോമിനെ ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുക. സോ ഡി സി ലെവൽ ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യാം. ഷേപ്പിൽ മാറ്റമൊന്നുമില്ല. ക്ലിപ്പർ പോലെ വോൾട്ടേജ് ഇൻപുട്ടിന്റെ ഷേപ്പിൽ മാറ്റമൊന്നും വരുന്നില്ല. ആ ഇൻപുട്ടിന്റെ റഫറൻസ് സീറോയിൽ നിന്ന് ഒന്നുകിൽ പോസിറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. സോ ആ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന വോൾട്ടേജ് ഏതിന് അക്രോസ് ഉള്ള വോൾട്ടേജാ? കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു സർക്യൂട്ട് ഡയഗ്രാം വെച്ചിട്ട്, ഒരു നെഗറ്റീവ് ക്ലാമ്പറിന്റെ സർക്യൂട്ട് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. സർക്യൂട്ട് ഡയഗ്രാം വെച്ചിട്ട് ഡയോഡ് ഫോർവേഡ് ആകുമ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. ഓക്കെ, കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ദെൻ ഡയോഡ് റിവേഴ്സ് ബയസ് ആവുന്ന സമയത്ത് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിന്റെ കൂടെ കപ്പാസിറ്റർ ഒന്നെങ്കിൽ ആഡ് ചെയ്യും, അല്ലെങ്കിൽ എന്താവും? സബ്ട്രാക്ട് ആയിട്ട് വരും. അതിനനുസരിച്ച് വേവ് ഫോം എന്ത് ചെയ്യും? നെഗറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് നെഗറ്റീവ് ക്ലാമ്പർ ആയിരിക്കും. വേവ് ഫോം കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി വേവ് ഫോം കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവിലേക്ക് പോവുകയാണെങ്കിൽ പോസിറ്റീവ് ക്ലാമ്പർ. ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർക്യൂട്ട് ഡയഗ്രാം, ഡ്രോ ഇറ്റ്സ് ട്രാൻസ്ഫർ ക്യാര. ഓക്കെ, അപ്പൊ ഒരു പോസിറ്റീവ് ക്ലാമ്പറിന്റെ സർക്യൂട്ട് ഡയഗ്രാം അതെങ്ങനെയാണ് ട്രാൻസ്ഫർ ക്യാര വരയ്ക്കുക എന്നുള്ളതൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. സോ പോസിറ്റീവ് ക്ലാമ്പറിന്റെ സർക്യൂട്ട് ഡയഗ്രാം അതിന്റെ വർക്കിങ്ങും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സോ ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ വരച്ചു വെക്കുക. ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം എന്ന് പറയുന്നത്. സോ ഇൻപുട്ട് വേവ് ഫോമിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഈ ഡയോഡ് എന്താവും? ഫോർവേഡ് ബയസ് ആവും. സോ ഡയോഡ് ഫോർവേഡ് ബയസ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ കറന്റ് ഫ്ലോ ചെയ്യും. കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. സോ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് ഇതിന്റെ പീക്കിലേക്കാണ് ചാർജ് ചെയ്യുന്നത്. സോ നമുക്ക് പീക്കിലേക്ക് ചാർജ് ചെയ്യും. സോ കപ്പാസിറ്റർ വോൾട്ടേജ് നമുക്ക് കിട്ടും. ദെൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇത് ഓപ്പൺ സർക്യൂട്ട് ആവും. സോ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിന്റെ കൂടെ കപ്പാസിറ്റർ വോൾട്ടേജും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇൻപുട്ടിന്റെ ഓരോ വാല്യൂവിന്റെ കൂടെയും കപ്പാസിറ്റർ വോൾട്ടേജ് VM ആഡ് ചെയ്ത് വിടുക. അപ്പൊ VM എങ്ങനെ കിട്ടുക എന്നൊക്കെ നമ്മൾ പഠിച്ചാണ് അല്ലെ. സോ അത് ആഡ് ചെയ്ത് വിടുക. അപ്പൊ 0 എന്നുള്ളത് എന്താവും? VM-ലേക്ക് ഷിഫ്റ്റ് ആവും. പ്ലസ് VM എന്നുള്ളത് എന്തിലേക്ക് ഷിഫ്റ്റ് ആവും? 2VM-ലേക്ക് ഷിഫ്റ്റ് ആവും. -VM എന്നുള്ളത് എങ്ങോട്ട് ഷിഫ്റ്റ് ആവും? 0-ലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പൊ പോസിറ്റീവ് സൈഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ആയി. അപ്പൊ ഇതാണ് പോസിറ്റീവ് ക്ലാമ്പർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ട്രാൻസ്ഫർ ക്യാരൊക്കെ വരയ്ക്കാം. സോ പോസിറ്റീവ് ക്ലാമ്പർ അതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പോയിന്റ്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ നോട്ട്സ് ജസ്റ്റ് റെഫർ ചെയ്യാം. നമ്മൾ തിയറിയിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞതാണ്. അതനുസരിച്ച് ട്രാൻസ്ഫർ ക്യാര വരയ്ക്കാം. സോ y ആക്സിൽ ഔട്ട്പുട്ടും x ആക്സിൽ ഇൻപുട്ടും വെച്ചിട്ട്, സോ ഇൻപുട്ട് 0 ആകുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? VM ആണ്. ഇൻപുട്ട് VM ആകുമ്പോൾ ഔട്ട്പുട്ട് 2VM ആണ്. ഇൻപുട്ട് -VM ആകുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് ഔട്ട്പുട്ട് 0 ആണ് വരിക. ഓക്കെ, സോ ഈ ഒരു വേവ് ഫോമിനനുസരിച്ചിട്ട് വരയ്ക്കുക. -VM ആകുമ്പോൾ ഔട്ട്പുട്ടിന്റെ വാല്യൂ എന്താണ് വരിക? 0 ആണ് വരിക. ഓക്കെ, സോ ഇൻപുട്ട് -VM ആകുമ്പോൾ ഔട്ട്പുട്ടിന്റെ വാല്യൂ 0. എന്ന് പറയുന്നത് 0 ഇതാണ്. അപ്പൊ ഈ ഒരു ലൈനാണ് ഇതിന്റെ ട്രാൻസ്ഫർ ക്യാര എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ക്യാര നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ,
ഇതുപോലെ തന്നെ നെഗറ്റീവ് ക്ലാമ്പറും ചോദിക്കാം. നെഗറ്റീവ് ക്ലാമ്പറിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക, ഇൻപുട്ട് വേവ് ഫോം കൊടുത്തു, നമുക്ക് അതിനനുസരിച്ച് നെഗറ്റീവ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് ആയി വരിക. സോ കപ്പാസിറ്റർ വോൾട്ടേജ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് ഫോർവേഡ് ബയസ് ആവും. ഫോർവേഡ് ബയസ് ആവുമ്പോൾ കറന്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും. കപ്പാസിറ്റർ എന്താവും? ചാർജ് ആവും. സോ കപ്പാസിറ്റർ ചാർജ് ആവും, കപ്പാസിറ്റർ വോൾട്ടേജ് നമുക്ക് കിട്ടും. ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് ഓപ്പൺ സർക്യൂട്ട് ആവും. സോ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? VM കുറച്ചാൽ മതി. ഇൻപുട്ട് വോൾട്ടേജിൽ നിന്ന് VM കുറച്ചാൽ മതി. അപ്പൊ 0 എന്നുള്ളത് എന്താവും? -VM ആവും. +VM എന്നുള്ളത് 0 ആയിട്ട് മാറും. നെഗറ്റീവ് പീക്ക് -PM എന്നുള്ളത് എന്തായിട്ട് മാറും? -2VM ആയിട്ട് മാറും. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് വേവ് ഫോം നെഗറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആയി. സോ അതുകൊണ്ട് അതിനെ എന്ത് പറഞ്ഞു? നെഗറ്റീവ് ക്ലാമ്പർ എന്ന് പറഞ്ഞു. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചും കൂടെ പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾ ഈ വർക്കിംഗ് പറയുക. അതിവിടെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ സംഭവിക്കുന്നത്, എന്താണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ സംഭവിക്കുന്നത്, എല്ലാം നമ്മുടെ കോഴ്സ് വാട്സാപ്പിൽ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തിയറി ക്ലാസ്സുകൾ അതിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള പോർഷൻസിന്റെ വീഡിയോസ് നിങ്ങൾ മാത്രം എടുത്ത് കാണുക. ഓക്കെ, ഡൗട്ട് ഇല്ലാത്ത പോർഷൻ ഇതിലുള്ള നോട്ട്സ് സഫീഷ്യന്റ് ആണ്. നിങ്ങൾക്ക് വർക്കിംഗ് കൂടുതലായിട്ട് ഡീപ്പായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസ് എടുത്ത് വാച്ച് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബയാസിംഗ് ഇൻ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, വൈ ഇറ്റ് ഈസ് നെസസറി? ബയാസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ BJT MOSFET ഒക്കെ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബയാസിംഗ് സർക്യൂട്ട്സ് ആവശ്യമായിട്ടുണ്ട്. ഇപ്പൊ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ബയാസിംഗ് സർക്യൂട്ട്സ്. അപ്പൊ BJT ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ക്യാരയിൽ നമ്മളൊരു ലോഡ് ലൈൻ വരയ്ക്കും, DC ലോഡ് ലൈൻ. ആ DC ലോഡ് ലൈൻ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി, പ്രോപ്പർ ആയിട്ട് ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ബയാസിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ബയാസ് ചെയ്താലാണ് ഡിസ്റ്റോർഷൻ ഇല്ലാതെ നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം, ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടൂ. അപ്പൊ നിങ്ങൾ ക്യൂ പോയിന്റ് ജസ്റ്റ് ഔട്ട്പുട്ട് ക്യാരയിൽ ലോഡ് ലൈൻ കാണിച്ച് ക്യൂ പോയിന്റ് ഇൻ ദ മിഡിൽ ഓഫ് ദി ആക്റ്റീവ് റീജിയൻ എന്നുള്ളതിൽ ക്യൂ പോയിന്റ് വരയ്ക്കുക. ജസ്റ്റ് എന്താണ് ബയാസിംഗ് എന്നുള്ളതും ഈ ക്യൂ പോയിന്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് എഴുതി വെക്കുക. ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ പോയിന്റ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ പ്രോപ്പർലി ബയാസ്ഡ് ട്രാൻസിസ്റ്റർ ആവും ക്യൂ പോയിന്റ് പൊസിഷൻഡ് ഇൻ ദി ആക്റ്റീവ് റീജിയൻ. സോ കറക്റ്റ് ആയിട്ട് ക്യൂ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബയാസ് റെസിസ്റ്റർ, ലോഡ് റെസിസ്റ്റർ അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസ്, അതുപോലത്തെ ഒരുപാട് സർക്യൂട്ട്സ്, നമ്മൾ ഫിക്സഡ് ബയാസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ പോയിന്റ്സ് കൊടുത്താണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ടോപ്പിക് ആണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ പോയിന്റ്സ് തന്നെ എഴുതി വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ DC ലോഡ് ലൈൻ ആൻഡ് ഹൗ ക്യൂ പോയിന്റ് ഈസ് ഫിക്സ്ഡ്. അപ്പൊ DC ലോഡ് ലൈൻ എങ്ങനെയാണ് ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നിങ്ങളൊരു സർക്യൂട്ട് ഡയഗ്രത്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് DC ലോഡ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത്, ഔട്ട്പുട്ട് ക്യാരയിൽ എങ്ങനെയാണ് DC ലോഡ് ലൈൻ വരയ്ക്കുക എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾ ഇതിൽ ഔട്ട്പുട്ട് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുക. KVL അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് VCയുടെ എക്സ്പ്രഷൻ കിട്ടും. VCE = VCC - ICRC ആണ്, ICRC. അപ്പൊ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ക്യാര X ആക്സിസിൽ VCE വരുന്നുണ്ട്, Y ആക്സിസിൽ IC വരുന്നുണ്ട്. ഇതാണ് ഔട്ട്പുട്ട് ക്യാര. അപ്പൊ ഇതിൽ രണ്ട് എൻ പോയിന്റ് കിട്ടണം നമ്മുടെ ലോഡ് ലൈൻ വരയ്ക്കാൻ. അപ്പൊ X ആക്സിൽ എന്ന് പറയുമ്പോൾ ICയുടെ വാല്യൂ 0 ആവും. അപ്പൊ VCE = എന്ത് വരും? VCC വരും. ഈ Y ആക്സിൽ എന്ന് പറയുമ്പോൾ ICയുടെ വാല്യൂ, ICക്ക് വാല്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ VCയുടെ വാല്യൂ എന്താവും? 0 ആവും. അപ്പോൾ IC = VCC/RC കിട്ടും. അപ്പൊ രണ്ട് എൻ പോയിന്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ലോഡ് ലൈൻ കിട്ടും. അപ്പൊ ഈ ലോഡ് ലൈനിൽ ആണ് നമ്മൾ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുക. സോ ആക്റ്റീവ് റീജിയന്റെ മിഡിലൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുക? ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുക. അപ്പൊ ആ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതുക. ഈ ഒരു ഇക്വേഷൻ, ഈ സർക്യൂട്ട് ഡയഗ്രത്തിന്റെ ഹെൽപ്പോട് കൂടി ഈ ഒരു ഇക്വേഷൻ എഴുതുക. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് രണ്ട് എൻ പോയിന്റ് ഫിക്സ് ചെയ്യുക, അത് ജോയിൻ ചെയ്യുക, DC ലോഡ് ലൈൻ കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് എന്ത് ചെയ്യാം? സ്കോർ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ കളക്ടർ കറണ്ട് IC ആൻഡ് കളക്ടർ എമിറ്റർ വോൾട്ടേജ് VCE ഫോർ എ ഫിക്സഡ് ബയാസ്. അപ്പൊ ഫിക്സഡ് ബയാസ് സർക്യൂട്ട്, അപ്പൊ ഫിക്സഡ് ബയാസ് സർക്യൂട്ടിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇപ്പൊ ഫിക്സഡ് ബയാസ് സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇത് നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഈ ഒരു ഡയഗ്രാം വരച്ചു വെക്കുക. ഈ ഡയഗ്രാം നമ്മൾ ഇൻപുട്ട് ലൂപ്പ് അനലൈസ് ചെയ്യാം, അതുപോലെ ഔട്ട്പുട്ട് ലൂപ്പ് അനലൈസ് ചെയ്യാം. നമുക്ക് ഈ രണ്ട് പാരാമീറ്റർ കിട്ടും. അപ്പൊ ഇൻപുട്ട് ലൂപ്പ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം IB കിട്ടും, അതൊന്ന് IC കണ്ടുപിടിക്കാം. ഔട്ട്പുട്ട് ലൂപ്പ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VCയുടെ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഇൻപുട്ട് ലൂപ്പും ഔട്ട്പുട്ട് ലൂപ്പും അനലൈസ് ചെയ്യുക. ഇൻപുട്ട് ലൂപ്പ് ആദ്യം അനലൈസ് ചെയ്യുക. ഇൻപുട്ട് ലൂപ്പിൽ നിങ്ങൾ KVL അപ്ലൈ ചെയ്യുക. KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ VCC = IB/RB + VBE വരും. സോ IB = VCC - VBE/RB.
VCC മൈനസ് VBE ബൈ RB കിട്ടും. സോ വാട്ട് ഈസ് IC? ബീറ്റ IB വെച്ച് IC കിട്ടി. അപ്പൊ ഒരു പാരാമീറ്റർ കിട്ടി, ക്യൂ പോയിന്റിലെ ഒരു പാരാമീറ്റർ കിട്ടി. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് ലൂപ്പ് അനലൈസ് ചെയ്യുക. ഔട്ട്പുട്ട് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ട് ലൂപ്പ്? അഗൈൻ KVL അപ്ലൈ ചെയ്യുക. സോ VCC is equal to ICRC plus VCE. സോ വാട്ട് ഈസ് VCE? VCC മൈനസ് ICRC. സോ നമുക്ക് VCയുടെ എക്സ്പ്രഷനും കിട്ടി, ക്യൂ പോയിന്റിലെ രണ്ടാമത്തെ പാരാമീറ്ററും കിട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക, ഇൻപുട്ട് ലൂപ്പ് അനലൈസ് ചെയ്യുക, IC കണ്ടുപിടിക്കുക, ഔട്ട്പുട്ട് ലൂപ്പ് അനലൈസ് ചെയ്യുക, VCE കണ്ടുപിടിക്കുക, അനാലിസിസ് കംപ്ലീറ്റ് ആയി, ക്യൂ പോയിന്റ് കിട്ടി. അപ്പൊ ഇത്രയാണ് നിങ്ങൾ അനാലിസിസിൽ എഴുതേണ്ടത്. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എ ഫിക്സഡ് ബയാസ് സർക്യൂട്ട്? ഇപ്പൊ ഫിക്സഡ് ബയാസ് സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക, ICയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം, അത് എഴുതി വെക്കുക. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്യൂ പോയിന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ RBയുടെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ പോയിന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. കുറച്ച് കമ്പോണൻസ് മതി, ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ കുറച്ച് കമ്പോണൻസ് മതി. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ ഇല്ല, കാരണം ബീറ്റ ഡിപ്പെൻഡൻസി ഉണ്ട്. IC ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ബീറ്റയ്ക്ക് അനുസരിച്ച്. അപ്പൊ IC മാറുക എന്ന് പറയുമ്പോൾ ക്യൂ പോയിന്റ് മാറും. സോ പുവർ സ്റ്റെബിലൈസേഷൻ ആണ്. സ്റ്റെബിലിറ്റി ഫാക്ടർ എന്താണ്? β+1 ആണ്, ലാർജ് ആണ് സ്റ്റെബിലിറ്റി ഫാക്ടർ. അതുകൊണ്ട് തെർമൽ റണ്ണവേ ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡിസഡ്വാൻറ്റേജിൽ വരുന്നത്. ഓക്കെ, ഇപ്പൊ ഈ പോയിന്റ്സ് എഴുതി വെക്കുക. ഇനി ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ സ്റ്റെബിലിറ്റി ഫാക്ടർ S ഓഫ് എ ഫിക്സഡ് ബയാസ് സർക്യൂട്ട്. സോ ഫിക്സഡ് ബയാസ് സർക്യൂട്ടിന്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ ഡിറൈവ് ചെയ്യുക. ഓക്കെ, സോ സ്റ്റെബിലിറ്റി ഫാക്ടർ ഡിറൈവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? S is equal to DIC by DICO ആണ്. DIC by DICO. അപ്പൊ നമ്മുടെ അടുത്ത് ICയുടെ എക്സ്പ്രഷൻ ഉണ്ട്. IC is ബീറ്റ IB plus β+1 into ICO. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു IC. സോ വിത്ത് റെസ്പെക്ട് ടു IC ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 1 വരും. സോ ബീറ്റ ഇൻറ്റു DIB ബൈ DIC പ്ലസ് β+1 ഇൻറ്റു DICO ബൈ DIC. ഓക്കെ, സോ DICO ബൈ DIC എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? 1/S ആണ്. സോ 1 is equal to ബീറ്റ ഇൻറ്റു DIB ബൈ DIC പ്ലസ് β+1, ഇത് 1/S കൊടുക്കുക. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് എസിനുള്ള എക്സ്പ്രഷൻ കിട്ടും. സോ S is equal to this term. എസിനുള്ള എക്സ്പ്രഷൻ കിട്ടും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് DIB ബൈ DIC കണ്ടുപിടിക്കാം. IBയുടെ എക്സ്പ്രഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. സോ IBക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് DIB ബൈ DIC കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ടേം എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. അപ്പൊ എന്ത് വരും? S is equal to β+1. സോ വെരി ലാർജ് വാല്യൂ ആണ് സ്റ്റെബിലിറ്റി ഫാക്ടർ. സോ അതുകൊണ്ട് ഇത് തെർമൽ റണ്ണവേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്യൂർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഡെറിവേഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ തിയറിയിൽ എടുത്തിട്ടുള്ളതാണ്. ഈ സ്റ്റെപ്സ് കാര്യങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഇനി ഫോർ എ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ബേസ് വോൾട്ടേജ് VB, ബേസ് കറന്റ് IB, കളക്ടർ കറന്റ് IC, കളക്ടർ എമിറ്റർ വോൾട്ടേജ് VCE. ഇപ്പൊ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ടിന്റെ അനാലിസിസ് ആണ് വേണ്ടത്, DC അനാലിസിസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട് വരച്ചു വെക്കുക. വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട്. അപ്പൊ R1 ഉണ്ട്, R2 ഉണ്ട്. ഇതാണ് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കിൽ വരുന്ന റെസിസ്റ്റേഴ്സ്. VCC ആണ് പവർ സപ്ലൈ. RC എന്ന് പറഞ്ഞ കളക്ടർ റെസിസ്റ്റർ ഉണ്ട്. RE എന്ന് പറഞ്ഞ എമിറ്റർ റെസിസ്റ്റർ ഉണ്ട്. അപ്പൊ ഇത് അനലൈസ് ചെയ്യണം. സോ ഇൻപുട്ട് സൈഡും ഔട്ട്പുട്ട് സൈഡും അനലൈസ് ചെയ്യണം. സോ ഇൻപുട്ട് സൈഡിൽ അനലൈസ് ചെയ്യാൻ നമ്മൾ തെവനിൻസ് തിയർ ഒക്കെ യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്ത് VTHഉം RTHഉം കണ്ടുപിടിക്കും. സോ VTH എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതും RTH എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്. സോ VTHനുള്ള എക്സ്പ്രഷൻ എഴുതുക, VCC into R2 divided by R1 plus R2. RTHനുള്ള എക്സ്പ്രഷൻ എഴുതുക, R1 parallel to R2 എഴുതാം. സോ VTH in series with RTH എന്നുള്ള രീതിയിൽ നമ്മുടെ സർക്യൂട്ടിന്റെ ഇൻപുട്ട് സൈഡ് മാറ്റിയെടുക്കുക, ബാക്കി കമ്പോണൻസ് ഇവിടെ വരയ്ക്കുക. അപ്പൊ ഇതാണ് സിംപ്ലിഫൈഡ് സർക്യൂട്ട്. ഇനി നിങ്ങൾ ഈ ഇൻപുട്ട് ലൂപ്പിൽ എന്ത് ചെയ്യാം? KVL അപ്ലൈ ചെയ്യുക. അപ്പൊ ഇൻപുട്ട് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് VTH പ്ലസ് IB RTH പ്ലസ് VBE പ്ലസ് IE ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ ആണ് കിട്ടുക. അതൊക്കെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IBയുടെ എക്സ്പ്രഷൻ കിട്ടും. IBയുടെ എക്സ്പ്രഷൻ കിട്ടും. അപ്പൊ IB നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി VB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസിൽ വരുന്ന വോൾട്ടേജ് ആണ്. സോ അതൊക്കെ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കിട്ടും. സോ IBയുടെ എക്സ്പ്രഷൻ കിട്ടി. സോ IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബീറ്റ IB ആണ്. അപ്പൊ ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? IBനെ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ബീറ്റ ഇൻറ്റു VTH മൈനസ് VBE ബൈ RTH പ്ലസ് β+1 RE. അപ്പൊ ബയാസ് സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ RTH ഈസ് വെരി വെരി സ്മോൾ കമ്പയർഡ് ടു β+1 RE. അപ്പോൾ β+1 RE ആണ് ലാർജ്.
അപ്പോൾ ഇത് നെഗ്ലക്ട് ചെയ്യാം. സോ ഈ β+1ഉം ഈ ബീറ്റയും തമ്മിൽ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് ക്യാൻസൽ ചെയ്യാം. സോ VTH മൈനസ് VBE/RE കിട്ടും. എന്ന് പറഞ്ഞാൽ ബീറ്റ ഡിപ്പെൻഡൻസി റിമൂവ് ആയി. അപ്പോൾ കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി കൂടി, ക്യൂ പോയിന്റ് സ്റ്റെബിലിറ്റി, അതായത് ക്യൂ പോയിന്റ് കറക്റ്റ് ആയിട്ട് ഫിക്സ് ആയോടത്ത് തന്നെ നിൽക്കും. പിന്നെ ചേഞ്ചസ് വരാനുള്ള ചാൻസ് എന്താണ്, ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കിൽ കുറവാണ്. അതുകൊണ്ടാണ് അതിന് യൂണിവേഴ്സൽ ബയാസ് എന്നും നമ്മൾ കൂടുതൽ സർക്യൂട്ടിൽ അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഔട്ട്പുട്ട് ലൂപ്പ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ VCE കിട്ടും. ഇവിടെ നിങ്ങൾ KVL അപ്ലൈ ചെയ്യുക. KVL അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ VCE = VCC - IC × RC + RE. VCE = VCC - IC × RC + RE. അപ്പൊ ക്യൂ പോയിന്റില് VCE ഇവിടെ കിട്ടി, ക്യൂ പോയിന്റില് IC ഇവിടെ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്തു. അപ്പൊ ഇത്രയാണ് അനാലിസിസ്, DC അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾ എഴുതുക. ഇതെല്ലാം നമ്മൾ തിയറിയിൽ പഠിപ്പിച്ചതാണ്. അപ്പൊ നമ്മുടെ വീഡിയോ റെഫർ ചെയ്യുക, നോട്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, ഈ സ്റ്റെപ്സ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഒരു ഓവർവ്യൂ എന്ത് എഴുതണം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. What is the role of emitter resistor RE in the voltage divider bias circuit? അപ്പോൾ നമ്മൾ ഇവിടെ RE ഉപയോഗിച്ചുകൊണ്ടുള്ള യൂസേജ് എന്താണ്, RE നുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ICയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു IC = β × VTH - VBE/RTH + β+1 RE. അപ്പോൾ ബയാസ് സ്റ്റെബിലൈസേഷനുള്ള കണ്ടീഷനും പറഞ്ഞു. അപ്പൊ ഈ ഒരു കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. REയുടെ വാല്യൂ വളരെ വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് RTH എന്നുള്ള ടേമേ നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ഉള്ള ഗുണം എന്താ, ഇവിടെ ന്യൂമറേറ്ററിൽ ബീറ്റ ഉണ്ട്, ഡിനോമിനേറ്ററിൽ β+1 ഉണ്ട്, രണ്ടും കട്ടായി. ഇപ്പൊ എന്ത് വരും, IC എന്ന് പറഞ്ഞാൽ VTH - VBE/RE എന്ന് പറഞ്ഞാൽ VTH കോൺസ്റ്റന്റ് ആണ്, VBE കോൺസ്റ്റന്റ് ആണ്, RE കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ IC ഫിക്സ്ഡ് ആണ്, ചേഞ്ച് ആവില്ല, ക്യൂ പോയിന്റിൽ ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. സോ ബയാസ് സ്റ്റെബിലൈസേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന റെസിസ്റ്റർ ആണ് RE എന്ന് പറയുന്നത്, എമിറ്ററിലുള്ള റെസിസ്റ്റർ. ഇനി ലിസ്റ്റ് ദ വേരിയസ് ബയാസിംഗ് ടെക്നിക്സ് യൂസ്ഡ് ഫോർ ഡിപ്ലീഷൻ മോസ്ഫെറ്റ്. ഡിപ്ലീഷൻ മോസ്ഫെറ്റിൽ യൂസ് ചെയ്യുന്ന വേരിയസ് ബയാസിംഗ് സർക്യൂട്ട്സ് എന്താണെന്നുള്ളതും അതിന്റെ അനാലിസിസും ചോദിക്കാം. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ബയാസിംഗ് സർക്യൂട്ട്സ് ഏതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഫിക്സഡ് ബയാസ് പഠിച്ചിട്ടുണ്ട്, സെൽഫ് ബയാസ് പഠിച്ചിട്ടുണ്ട്, വോൾട്ടേജ് ഡിവൈഡർ ബയാസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ബയാസിംഗ് സർക്യൂട്ടും അതിന്റെ അനാലിസിസും വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡിഫറെന്റ് മെത്തേഡ്സ് ഏതാണെന്നുള്ളതും ചോദിക്കാം. ചിലപ്പോൾ ഫിക്സഡ് ബയാസ് ചോദിക്കാം, സെൽഫ് ബയാസ് ചോദിക്കാം, വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ചോദിക്കാം. അപ്പൊ മൂന്നിന്റെയും അനാലിസിസിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഫിക്സഡ് ബയാസ് ആകുമ്പോൾ നമ്മളിവിടെ ഒരു ഫിക്സഡ് വോൾട്ടേജ് സോഴ്സ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ VGSന്റെ വാല്യൂ നമുക്ക് കിട്ടും, VGS = -VGG എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വാല്യൂ കിട്ടും. അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ VDS കിട്ടും, VDS = VDD - IDRD എന്ന് കിട്ടും. ഓക്കെ, സോ VGSഉം അതുപോലെ തന്നെ VDS ഇതിന്റെയൊക്കെ എക്സ്പ്രഷൻ നമ്മൾ അനാലിസിസ് എഴുതാം. ഓക്കെ, നമ്മൾ എടുത്തിട്ടുള്ള കാര്യമാണ്, ഞാൻ കൂടുതൽ പറയുന്നില്ല. അനാലിസിസ് നിങ്ങൾ നമ്മുടെ ക്ലാസ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, എസ് ആയിട്ടും ചോദിക്കാം. ഇനി സെൽഫ് ബയാസ് ആകുമ്പോൾ ഫിക്സഡ് വോൾട്ടേജ് സോഴ്സിന് പകരം ഇവിടെ RS എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ VGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -IDRS ആയിരിക്കും, ID × RS. ഇനി VDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VDD - ID × RD + RS. ഓക്കെ, ഇൻപുട്ടിലും ഔട്ട്പുട്ടിലൊക്കെ KVL അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻസ് കിട്ടും. അപ്പൊ നിങ്ങൾ അതിന്റെ അനാലിസിസും ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൽ എഴുതുക, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ്, ഇത് കൂടുതലും ക്വസ്റ്റ്യൻ ഇവിടെ നിന്നായിരിക്കും ചോദിക്കാൻ സാധ്യത എസ് ആയിട്ട്. ഇപ്പൊ ഡീറ്റെയിൽഡ് അനാലിസിസ് ഇതിലും ചെയ്യാം. തെവെനിൻസ് തിയറം അപ്ലൈ ചെയ്യാം, നിങ്ങൾ VG കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ VGS കണ്ടുപിടിക്കുക, VG കിട്ടും. VG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VDD × RG2 / RG1 + RG2. VS എന്ന് പറഞ്ഞാൽ IDRS ആണ്. അപ്പൊ VG - VS ചെയ്ത് കഴിഞ്ഞാൽ VDS കിട്ടും, VG - VS ചെയ്ത് കഴിഞ്ഞാൽ VGS കിട്ടും, VGS. ദെൻ ഔട്ട്പുട്ടിൽ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ VDS കിട്ടും. ഓക്കെ, ദെൻ അത് ട്രാൻസ്ഫർ ക്യാരിയയിൽ എങ്ങനെയാണ് ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇതൊരു എസ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ ഡിഫറെന്റ് ബയാസിംഗ് മെത്തേഡ്സ് എന്താണെന്നുള്ളത് ബ്രീഫായിട്ട് ചോദിക്കാം. ഏതെങ്കിലും ഒരു ബയാസിംഗ് മെത്തേഡും അതിലെങ്ങനെ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് എസ് എന്നുള്ള രീതിയിലും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ബയാസിംഗ് സർക്യൂട്ട്സ് എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, അതുപോലെ തന്നെ ബയാസിംഗ്, BJT മോസ്ഫെറ്റ് ബയാസിംഗ്, ഈ 2 സെക്ഷൻ ഉള്ളത്.
ഇപ്പോൾ ഒരുവിധം പ്രോബബിൾ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ഇനി മേ ബി പ്രോബ്ലം ചോദിക്കാം. അപ്പം നമ്മളെടുത്ത് ഇക്വേഷൻസ് ഉണ്ട്, ആ ഇക്വേഷൻസിൽ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മളെ ആപ്പിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ആൻസറും എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇനി അടുത്ത ഒരു സെഷനിൽ നമ്മൾ മൊഡ്യൂൾ 2 നിന്നുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആയിട്ട് കാണാം. താങ്ക് യു.